PFIയുടെ കൂടുതൽ സ്വത്തുക്കൾ ED കണ്ടുകെട്ടി. 7 ജില്ലകളിലായി PFI ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലുമുള്ള 67.3 കോടി രൂപ വിലമതിക്കുന്ന 8 സ്ഥാവര സ്വത്തുക്കളാണ് പിടിച്ചെടുത്തത്. PFIയുടെ ഒരു രാഷ്ട്രീയ മുന്നണിയാണ് SDPI. SDPIയുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചതും ധനസഹായം നൽകിയതും PFI എന്ന് ED ആരോപിക്കുന്നു. ദൈനംദിന പ്രവർത്തനങ്ങൾ, നയരൂപീകരണം, തിരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളെ നിർണയിക്കൽ, പൊതുപരിപാടികളുടെ ഏകോപനം, കേഡർ മൊബിലൈസേഷൻ, എല്ലാറ്റിലും പിന്തുണ. ഇന്ത്യയെ ഒരു ഇസ്ലാമിക് രാഷ്ട്രമാക്കുക എന്നതാണ് പൊതുലക്ഷ്യം. നമ്മുടെ മതേതര ഘടനയെ അപകടപ്പെടുത്തുന്ന, രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും തകർക്കുന്ന ഒരു രീതിയാണ് അവർ അവലംബിക്കുന്നത്. അതിന് 131 കോടി രൂപ ചിലവഴിച്ചു. അങ്ങനെയെങ്കിൽ SDPIയെ എങ്ങനെ കാണണം? തിരഞ്ഞെടുപ്പിൽ അങ്ങനെയൊരു സംഘടനയെ മത്സരിപ്പിക്കാമോ? ED നടപടി BJPയുടെ പകപോക്കലാണെന്ന് SDPI ന്യായീകരിക്കുന്നു. ആ ന്യായീകരണം അംഗീകരിക്കാനാകുമോ? വിമർശനങ്ങളെ നിശബ്ദമാക്കാനുള്ള വഴിയാണിതെന്ന് SDPI പറയുമ്പോൾ അത് എത്രമാത്രം വിശ്വസിക്കാനാകും? ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കാനുള്ള നീക്കം അണിയറയിൽ നടക്കുന്നോ? ഭയക്കണോ നമ്മൾ? അതാണ് ന്യൂസ് 18 പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. നമസ്കാരം. എൻ്റെ ആദ്യ കോളർ കുഞ്ഞാമത്, ശ്രീ കുഞ്ഞാമത് കോഴിക്കോട് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ കുഞ്ഞാമത്, ഇത് കഴിഞ്ഞ ദിവസം ED പുറത്തുവിട്ട ഈ വാർത്താക്കുറിപ്പ് അങ്ങേയറ്റം ആളുകളെ ഭയപ്പെടുത്തുന്നതാണ് കേട്ടോ. ഇവിടെ ആയുധ പരിശീലനം നടത്താൻ, അതുപോലെ മറ്റ് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്താൻ വിദേശത്തുനിന്ന് പണം വരുന്നു. ആ പണം വന്നതിൻ്റെ വകയിലാണ് 67.03 കോടി രൂപയുടെ ഇടപാടുകൾ കണ്ടെത്തിയിട്ടുള്ളത്. അത് കണ്ടുകെട്ടുകയാണ്. നമ്മൾ ഭയക്കണോ ഈ കേരളത്തിൽ? നമസ്കാരം സാറേ. നമസ്കാരം. ഭയക്കേണ്ട അതിഭയങ്കരമായ ഒരു ആപത്തിലേക്കാണ് നമ്മൾ അകപ്പെട്ടിരിക്കുന്നത്. കാരണം കേരളത്തിൽ തെരഞ്ഞെടുപ്പോടെ പടിവാതിൽക്കലും വന്നു നിൽക്കുക. അന്നേരമാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. ഈ എല്ലാ വർഗീയ കക്ഷികളെയും കൂട്ടുപിടിച്ചാണ് UDF തെരഞ്ഞെടുപ്പിൽ നേരിടുന്നത്. ജമാഅത്തെ ഇസ്ലാമി, SDPI, സകല വർഗീയവാദികളെ ചങ്ങാത്തുണ്ടാക്കിയ കേരളത്തിൽ ആദ്യം ഈ കോൺഗ്രസ്സുകാരെ ശ്രദ്ധയപ്പെടുത്തേണ്ട കാര്യമാണ് നമ്മളിത്. എല്ലാവരും ഇവിടെ എത്തണം. ഈ വർഗീയവാദികൾ, ഞാനൊരു വിശ്വാസമില്ല, പക്ഷേ ഈ വർഗീയവാദികളെ തടഞ്ഞു നിർത്തേണ്ട കടമ കേരളത്തിലെ മതേതരവാദികൾക്കാണ്. ശക്തമായ നടപടി നമ്മൾ സ്വീകരിക്കണം. എല്ലാ ചാനലുകളും താങ്കൾ പോലത്തെ മതേതരവാദികളായ ചാനലുകൾ ശക്തിയായിട്ട് ഇത് ശ്രദ്ധയപ്പെടുത്തണം. ഈ വർഗീയവാദികളാ തെരഞ്ഞെടുപ്പിൽ ഇവരെ മത്സരിപ്പിക്കുന്നതിൽ പിന്തിരിപ്പിക്കണം. നമ്മൾ ഒരു പഞ്ചായത്തിലെ വാർഡിലും കൂടി അവർ ഉയർന്നു നിൽക്കാൻ പാടില്ല. എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് പറയാനുള്ളൂ. വ്യക്തമാണ്. ശ്രീ ബാലകൃഷ്ണൻ വടകരയിൽ നിന്ന് നമുക്കിപ്പോൾ ചേരുകയാണ്. ശ്രീ ബാലകൃഷ്ണൻ വടകര, ഈ SDPIയുടെ ഒരു ആരോപണം ഞാൻ ഇന്നലെ അവർ ഒരു വാർത്താക്കുറിപ്പായി മാധ്യമങ്ങൾക്ക് അയച്ചു നൽകിയതാണ്. അതിൽ പറയുന്നത് ഇത് വളരെ വ്യക്തമായി BJP നടത്തുന്ന ഒരു നീക്കമാണ്. അപ്പോൾ അത് ഞാനതിൻ്റെ ഭാഗം ഇങ്ങനെയാണ് അവർ എഴുതുന്നത്. അതായത് SDPIയുടെ തിരുവനന്തപുരത്തെ ഭൂമി കണ്ടുകെട്ടിയ ED നടപടി BJPയുടെ പതിവ് പകപോക്കലിൻ്റെ ഭാഗമാണ്. SDPI സംസ്ഥാന പ്രസിഡന്റ് ലത്തീഫാണ് ഇങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിക്കുന്നത്. ഭയപ്പെടുത്തി നിശബ്ദമാക്കാം എന്ന വ്യാമോഹം വിലപ്പോകില്ല. ED നടപടിയെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടും. ഫാസിസ്റ്റ് സർക്കാരിൻ്റെ പ്രതിലോമകരമായ നടപടി എന്നാണ് അവർ ഇതിനെ ആക്ഷേപിക്കുന്നത്. ഇത് അങ്ങനെ ആളുകളെ ഭയപ്പെടുത്തുന്ന ഒരു പ്രതിലോമകരമായ നടപടിയാണോ ശ്രീ ബാലകൃഷ്ണൻ വടകര? നമസ്കാരം. എനിക്ക് ടെലിഫോൺ ലൈന് ടെലിഫോൺ ക്ലിയർ അല്ല. ഓക്കെ, ഞാൻ അങ്ങയിലേക്ക് മടങ്ങി വരാം. ശ്രീ മുഹമ്മദ് മഞ്ചേരിയിൽ നിന്ന് എന്നോടൊപ്പം ചേരുകയാണ്. ശ്രീ മുഹമ്മദ്, ഹലോ, നമസ്കാരം സാറേ. മതേതര കേരളത്തിൽ, മതേതര ഇന്ത്യയിൽ ഒക്കെ നമ്മൾ ഇത് ഭയക്കണോ? ഇത്തരം ആളുകളെ, സംഘടനകളെ ഭയക്കണോ? അതോ ഇത് ഒരു BJP പകപോക്കൽ എന്ന അവരുടെ ന്യായീകരണത്തെ വിശ്വസിക്കണോ? നമസ്കാരം സാറേ. നമസ്കാരം. എന്താണ് ഇപ്പൊ സംഭവം എന്നുള്ളത് മനസ്സിലായില്ല. അവരെ സ്വത്ത് കണ്ടുകെട്ടിയ എന്നുള്ളതാണ് അറിഞ്ഞത്. അവര് മറ്റവരോട് അതിനെ സംബന്ധിച്ച് അവിടെ രാഷ്ട്രീയപരമായിട്ടും നേരിടും എന്ന് പറഞ്ഞു. അതിന്റെ ഉള്ളിലെ കളി എന്താണെന്നുള്ളതൊന്നും മനസ്സിലാകുന്നില്ല. അത്ര എനിക്ക് പറയാനുള്ളൂ. ശരി. പ്രദീപ് ഇടുക്കിയിൽ നിന്നാണ് എന്നോടൊപ്പം ചേരുന്നത്. പ്രദീപേ, ശ്രീ പ്രദീപ്, രാജ്യത്തിന്റെ അഖണ്ഡത തകർക്കാൻ 131 കോടി രൂപ ഇതുവരെ ചിലവഴിച്ചു കഴിഞ്ഞു എന്നാണ് ED പറയുന്നത്. ശരിയായിരിക്കും. കാരണം ഈ ജനകീയം നിർത്താൻ പറഞ്ഞ കോൺഗ്രസ് ആദ്യം ആ SDPIയുടെ
ആ കൂട്ടുകെട്ട് നിർത്താൻ പറ. ഏറ്റവും വലിയ ഭീകര പാർട്ടി കോൺഗ്രസ് ആണ് എനിക്ക് തോന്നുന്നത്. SDPയുടെ കൂട്ടും കൂടിയിട്ട് ഇത് ജനഗീതം പടി എനിക്ക് പ്രശ്നം ഇവിടെ കിടന്നു. അതായത് ഇവര് സംഗതി നേരത്തെ പോലെ ഉള്ളതല്ലേ. ഈ മൊത്തം PFIയുടെ ആൾക്കാർ ഇതിനകത്തുള്ളൂ. നമുക്കറിയാവുന്ന കാര്യത് നമ്മുടെ ഇവിടെയൊക്കെ PFIക്കാർ ഉണ്ടായിരുന്നു. അത് മൊത്തം ഇങ്ങോട്ട് മാറിയിട്ട് ഇതിനകത്ത് കയറിയൊക്കെ വരുന്നത് ഈ SDPക്കകത്തുണ്ട്. അതുകൊണ്ട് കോൺഗ്രസിനോട് അത് നിർത്താൻ പറ ആദ്യം. അത് കഴിഞ്ഞിട്ട് ജനഗീതം നിർത്താൻ പറ. അതാണ് ആദ്യം വേണ്ടത്. വിജയൻ എന്നോടൊപ്പം ചേരുന്നത് പന്തീരങ്കാവിൽ നിന്നാണ്. ശ്രീ വിജയൻ, ഹലോ. ശ്രീ വിജയൻ, ഇത് ഒരു ഇസ്ലാമിക് രാഷ്ട്രം ഇന്ത്യയിൽ നിർമ്മിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തനമാണെന്നാണ് ED പറയുന്നത്. അത്രമാത്രം ഭയക്കേണ്ടതുണ്ടോ? വലിയൊരു വാർത്താക്കുറിപ്പാണ് കേട്ടോ. അത് ഭയക്കണം. നമുക്ക് ആലോചിച്ചാൽ അറിയാം. നമ്മളെ രാജ്യത്തിന്റെ പുറത്ത് ഇപ്പം പാകിസ്ഥാൻ ഉണ്ടായി, ഇന്ത്യനെ വിഭജിച്ച് അവിടെ പിന്നെ മതേതരത്വം ഉണ്ടോ? ഏതെങ്കിലും ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിൽ മതേതരത്വം ഉണ്ടോ? നിരവധി രാജ്യങ്ങളുണ്ട് കേട്ടോ. അത് എനിക്ക് തോന്നുന്നു ഒരു തെറ്റിദ്ധാരണയാണ്. നിരവധി ഇസ്ലാമിക്, അതായത് മുസ്ലിങ്ങൾ കൂടുതലുള്ള നിരവധി രാജ്യങ്ങളിൽ അത് അവരെല്ലാം ശരീഅത്ത് നിയമമാണ് നടപ്പിലാക്കുന്നത്. ശരീഅത്ത് നിയമം ഇസ്ലാമിക ഭൂരിപക്ഷ സ്ഥലങ്ങളിൽ മുഴുവൻ ശരീഅത്ത് നിയമം. ഇന്ത്യയില് മതേതരത്വം. അതെന്തുകൊണ്ടാണ് മതേതരത്വം? ഇന്ത്യയില് ഹിന്ദുക്കൾ ഭൂരിപക്ഷം ഉണ്ടായതുകൊണ്ട് മാത്രം മതേതരത്വം. എനിക്ക് തോന്നുന്നു അങ്ങ് തെറ്റായി ചിന്തിക്കുകയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ. ഒരു ചിന്തിക്കല്ല. പാകിസ്ഥാനിൽ നിങ്ങൾ നോക്കി, ഇസ്ലാമിക രാഷ്ട്രം. ബംഗ്ലാദേശിൽ ഇപ്പൊ അടുത്ത കാലത്ത് ഹിന്ദുക്കളെ മുഴുവൻ കൊന്നു തീർത്തു. ഇനിയിപ്പോ അവിടെ ഇസ്ലാമികം തന്നെ. മറ്റ് കുവൈത്തില് അത് അങ്ങനെ എനിക്കൊരു ചെറിയ സംശയമുണ്ട്. ഇപ്പൊ ഇന്തോനേഷ്യ വേൾഡ്സ് ലാർജസ്റ്റ് മുസ്ലിം മെജോറിറ്റിയുള്ള രാജ്യമാണ് ഇന്തോനേഷ്യ. ഇന്തോനേഷ്യയിൽ ഹിന്ദുക്കളായിരുന്നു ഭൂരിപക്ഷം. അവിടുന്ന് മതം മാറ്റി അവിടെ മുസ്ലിമായി. അപ്പൊ അവർ അസ്തിത്വം അവിടെ നിലനിൽക്കും. പക്ഷെ ഒരു സെക്കുലർ രാജ്യം, മതേതര രാജ്യം. സെക്കുലർ രാജ്യം എങ്ങനെ? അത് ഹിന്ദുത്വം അവിടെ നിലനിൽക്കുന്നതിനെ കൊണ്ട്, ഹിന്ദുത്വത്തിന്റെ പാരമ്പര്യം ഉണ്ടായതുകൊണ്ട്. അല്ല, ബംഗ്ലാദേശും ഒരു മതേതര രാജ്യം എന്ന നിലപാടാണ്. സെനഗൽ കൂടുതൽ മറ്റു മുസ്ലിങ്ങളുള്ള ഇന്തോനേഷ്യ കഴിഞ്ഞാൽ മറ്റൊരു പ്രദേശമാണ്. അല്ല, നിങ്ങൾക്ക് കേൾക്കും ശ്രീ വിജയൻ, പന്തീരങ്കാവിൽ നിന്ന് വിളിക്കുന്ന ശ്രീ വിജയൻ ഇത് കേൾക്കണം. സെനഗലിൽ ഒരു സെക്കുലർ സ്റ്റേറ്റ് ആണ്, മുസ്ലിം പോപ്പുലേഷൻ കൂടുതലാണ്. ടർക്കിയും പിന്നെ സെക്കുലറിസവും ഡെമോക്രാറ്റിക് ട്രഡീഷനും പിന്തുണയ്ക്കുന്നു. അൽബേനിയ, കൊസോവ, അങ്ങനെ നിരവധി രാജ്യങ്ങളുണ്ട് കേട്ടോ. അത് എല്ലാം അങ്ങനെ നമ്മൾ ഈ മുസ്ലിങ്ങളുള്ളിടത്തെല്ലാം ശരിയായ നിയമമാണെന്ന് അങ്ങനെ നമ്മൾ പറയുന്നത് ശരിയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. സംശയമൊന്നുമല്ല, ശരിയാണ്. എന്താ വെച്ചാല് നമ്മളിപ്പോ ഈ രാജ്യം തന്നെ ഇവിടെ ഭൂരിപക്ഷം ഹിന്ദു ആയി കഴിഞ്ഞാണെങ്കിൽ, മുസ്ലിം ആയി കഴിഞ്ഞാൽ അവിടെ മതേതരത്വം ഉണ്ടാവും നിങ്ങൾ തോന്നുന്നുണ്ടോ? അല്ല, മറ്റു സ്ഥലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് എനിക്കറിയില്ല. ഏറ്റവും വലിയ ഇത് പാകിസ്ഥാനല്ലേ? പാകിസ്ഥാൻ ഇന്ത്യയിൽ നിന്ന് വിഭജിച്ചു പോയി. അവിടെ എന്താ സ്ഥിതി? അല്ല, അതൊരു മതരാഷ്ട്രവാദം ഉന്നയിച്ചാണ് അവർ വിഭജിച്ചു പോയത്. എങ്ങനെ മതരാഷ്ട്രവാദം പറയാ? അതങ്ങനെ തന്നെയാ ഇവിടെയും വരാൻ പോണത്. ഇവിടെ ഇപ്പം ഹിന്ദുക്കൾ ഭൂരിപക്ഷം അല്ലേ, അതോടുകൂടി ഇവിടുത്തെ മതേതരത്വം കഴിഞ്ഞു. ഹിന്ദുക്കൾ എത്ര കണ്ട് ഭൂരിപക്ഷം ഉണ്ടോ അത്രയും കാലം ഇവിടെ മതേതരത്വം ഉണ്ടാവും. അതിലപ്പുറം ഒരു മിനിറ്റും ഇപ്പോൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതേസമയം നിങ്ങളിപ്പോ എന്താ കെനിയനെ പറ്റിയൊന്നും TV കാട്ടിക്കാത്തത്? അങ്ങിങ്ങനെ ഒരു വാദം ഉന്നയിച്ചുകൊണ്ട് ഞാൻ അതിന്റെ കണക്കൊക്കെ എടുത്തു നോക്കി കേട്ടോ. അപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ കുറെ വെച്ചിങ്ങനെ തുടങ്ങുകയാണ്. അഫ്ഗാനിസ്ഥാൻ അത് ഇസ്ലാമിക് സ്റ്റേറ്റ് ആണ്. പക്ഷേ അൽബാനിയ ഒരു സെക്കുലർ രാജ്യമാണ്, മുസ്ലിങ്ങൾ കൂടുതലാണ്. അല്ല, നിങ്ങൾക്ക് അൾജീരിയയിൽ അതൊരു സ്റ്റേറ്റ് റിലിജിയനാണ്. പക്ഷേ അസർബൈജാനിൽ അത് സെക്കുലർ രാജ്യമാണ്. അതുപോലെ ബോസ്നിയ ഹെർസഗോവയിൽ സെക്കുലർ രാജ്യമാണ്, മുസ്ലിങ്ങളാണ് കൂടുതൽ. ചാദ് ഒരു സെക്കുലർ സ്റ്റേറ്റ് ആണ്. ബുർക്കിന ഫാസോ സെക്കുലർ രാജ്യമാണ്. എവിടെങ്കിലും ഒരു മുസ്ലിം രാജ്യത്ത് തീവ്രവാദ പ്രസ്ഥാനം ഇല്ലാത്ത ഒരു രാജ്യം പറഞ്ഞുതരാൻ കഴിയോ? ഒന്നുകിൽ ബക്കോ ഹറാം, അല്ലെങ്കിൽ അല്ലെങ്കിൽ IS, അല്ലെങ്കിൽ താലിബാൻ. ഒരു സമാധാനമായിട്ട് എവിടെങ്കിലും ജീവിക്കുന്നുണ്ടോ? മാലി. മാലിയിൽ ഇപ്പൊ നമ്മൾ അടുത്ത കാലത്ത് കണ്ടില്ലേ, മാലിദ്വീപില്. ശരി. അപ്പൊ അങ്ങ് പറയുന്നത് അല്ല, നമ്മൾ അങ്ങനെ ഒരു മതവിഭാഗത്തെ ഭയക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഭയക്കണം. നമ്മള് 1921 ഇപ്പൊ നമുക്കറിയാം മലപ്പുറത്ത് ഉണ്ടായത്. അപ്പൊ ഇവിടെ ബാക്കിയുള്ള സംഘടനകളെ മുഴുവൻ അതിപ്പം അത് എന്തായി 21 സ്വാതന്ത്ര്യ സമരമായി. ഇവർക്ക് ഇതിന്റെ ഇവരുമായിട്ട് യോജിച്ച് പോവാത്തതിന്റെ കാരണം എന്താ? ബാബരി മസ്ജിദ് പ്രശ്നം വന്നു. ഏതൊരു കുട്ടിക്കും അറിയാം, അയോധ്യ പോയ ഒരാൾക്ക്, ഞാൻ പോയതാ, അവിടെ നമുക്ക് എല്ലാവർക്കും കണ്ണ് ചുമ്മിയ പറയാം അത് ശ്രീരാമക്ഷേത്രമാണെന്ന്. 500 കൊല്ലം മുമ്പ് ഇവിടെ മുസ്ലിംസിന് ഇത്രയും സ്വാധീനം ചെലുത്താൻ കഴിയുമോ? അതേമാതിരി ഏതൊക്കെ നിങ്ങൾ ഉത്തരേന്ത്യയിലെ നഗരങ്ങളിൽ പോയി നോക്കി, അതെല്ലായിടത്തും ഉണ്ട് ഒരു മുസ്ലിം. അതെന്താ ആ കാലം തൊട്ടേ അതാണ് ചിന്ത. എന്താ ചിന്ത എന്നറിയാം? മറ്റുള്ളവരും ഉണ്ടാവരുത്. അതേസമയം ക്രിസ്ത്യൻസിന് ഇപ്പൊ അത്ര ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഓർക്ക് കുറച്ച് സോഷ്യലിസം, പല പുരോഗതി എല്ലാം ഉണ്ട്. എല്ലാ പുരോഗതി ഓലെ മനസ്സിലുണ്ട്. മറ്റുള്ളവരൊപ്പരം ജീവിക്കാൻ ഒന്നും ഒരു മടിയില്ല.
ഇത് മതമെന്ന് പറഞ്ഞ് ചത്താല എല്ലാ കാര്യത്തിനും, സ്കൂളിലായാലും എല്ലാ കാര്യത്തിലും മതത്തിൽ അപ്പുറം ഒന്നുമില്ല. അങ്ങനെ നിൽക്കുമ്പോൾ ഈ SDPIന്റെ ലക്ഷ്യം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ ഇപ്പം കേരളത്തിലെ ഒരു പറ്റിയ മണ്ണ കോൺഗ്രസ്, ഏറ്റവും നാശം പിടിച്ച സംഘടനയാണ് കോൺഗ്രസ്. ഓൾക്ക് ജയിച്ചാൽ മതി എങ്ങനെങ്കിലും, അതിനുപോലെ എന്ത് സംഘടന വേണമെങ്കിലും ഓല് കൂട്ടുപിടിക്കും. ശരി, ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ എന്നോടൊപ്പം മറ്റൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നത് സജിയാണ്. സജി എറണാകുളത്ത് നിന്നാണ് വിളിക്കുന്നത് അല്ലേ? അതെ അതെ. ശ്രീ സജി, ഇത് ഇങ്ങനെ പണം പുറത്തുനിന്ന് വരുന്നത് ഇവിടുത്തെ റിലീഫിന് അല്ലെങ്കിൽ ഇവിടെ സന്നദ്ധ പ്രവർത്തനങ്ങൾ കാണുന്ന തരത്തിലാണ് വരുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതോ അത് ഒരു ഇസ്ലാമിക രാജ്യം കെട്ടിപ്പടുക്കാനായിട്ട് തന്നെയായിരിക്കുമോ വരുന്നത്? ആണല്ലോ, കാരണം PFIയുടെ എന്തായിരുന്നു അവരുടെ ജാതിയിലത്തെ അവർക്ക് ഉയർത്തുന്ന മുദ്രാവാക്യം? റിപ്പബ്ലിക്കാണ്. ഏതാ റിപ്പബ്ലിക്? ഇല്ലേ? ശരിയല്ലേ? ഇസ്ലാമിക് റിപ്പബ്ലിക് ആയിരുന്നു എന്നുള്ളത് പിന്നെയാണല്ലേ മനസ്സിലാവുന്നത്. ഒന്ന്. രണ്ട്, അവരെ സഹായിച്ചതാരാ? നമ്മുടെ സ്റ്റേറ്റ് തന്നെയല്ലേ, കേരള സ്റ്റേറ്റ്. ഇപ്പൊ തന്നെ മന്ത്രി ഇന്ന് ഗണഗീതം പാടിയതിനും നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഉടനെ നടപടി എടുത്തു, ഇല്ലേ? അതേസമയം അവലും മരലും കൊണ്ടുവരാൻ വേണ്ടി കൊച്ചി പറഞ്ഞ അവൻ സുഖമായിട്ട് ചെയ്തു. അവൻ ചിലപ്പോൾ ഇതുപോലെ ബോംബ് ഉണ്ടാക്കണ്ടാവും, ഇല്ലേ? ആ കുട്ടി എന്ത് ചെയ്തു? അവിടെ കുഞ്ഞുങ്ങൾക്ക് ഇത് അറിയാത്തവര് അവരുടെ ഇതൊക്കെ കേട്ട് പറയാം. കുഞ്ഞുങ്ങൾക്ക് ഇവിടെ കുഞ്ഞുങ്ങൾ, ഇവിടെ ഇന്ന് പാടിയത് കുഞ്ഞുങ്ങളല്ലേ? അത് കുഞ്ഞുങ്ങളാണ്. അല്ല അതില് പക്ഷേ അല്ല ഞാൻ ഒന്ന്. ഇനി രണ്ടാമത്തത്, 10,000 പേരോളം NIA പിടിച്ചിട്ട് ഈ നാട്ടിലേക്ക് വരാൻ പറ്റാത്ത ആൾക്കാരുണ്ട് അവിടെ ഗൾഫിൽ, പണം അയച്ചു കൊടുത്തത്, ശരിയല്ലേ? നമ്മുടെ മുഖ്യന് ഗൾഫിൽ എന്താ പണി? അല്ല അത് നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ട ചില ഒന്നുമില്ല. അല്ല, ഈ മുഖ്യൻ ഗൾഫിൽ പോയിട്ട് എന്താ കൊണ്ടുവരുന്നത്? ആരെയാ കാണുന്നത്? ഇവിടെ വരുമ്പോ SDPI ഇസ്ലാം പ്രീണനമാണ് നടക്കുന്നത്. നാളെ ഒരു കലാപം അവിടെയൊക്കെ പോയി നമ്മളിപ്പോ നരേന്ദ്രമോദി പോകുന്നില്ലേ സൗദി അറേബ്യ? നമ്മുടെ വലിയ അടുത്ത രാഷ്ട്രമല്ലേ? നമ്മളുള്ള സൗഹാർദ്ദം മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളുമായി ഊട്ടി ഉറപ്പിക്കുകയല്ലേ നരേന്ദ്രമോദി ചെയ്തത്? അതിനെയൊക്കെ കുറ്റം പറയേണ്ട കാര്യമുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഒരു സ്റ്റേറ്റിലത്തെ മുഖ്യമന്ത്രിക്ക് രാജ്യങ്ങളായിട്ടാണോ ബന്ധം? പറയൂ. അല്ല, നമ്മുടെ പ്രവാസികളായ മലയാളികൾ ധാരാളം അവിടെ ഇല്ലേ? അപ്പൊ അദ്ദേഹം സന്ദർശിക്കും. അല്ല, എന്നിട്ട് എന്ത് ഇയാൾ അമേരിക്കയിൽ പോയിട്ട് കസയിട്ട് ഇരിക്കേണ്ടി വന്ന ആരും വിളിച്ചില്ലല്ലോ? വിളിച്ചില്ലേ? ഗൾഫിൽ പോകുമ്പോ കുറെ ആൾക്കാരുണ്ട്, അത് ഈ ആൾക്കാർ തന്നെ, ഇവരെ തന്നെയാണ് അവരെ സപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അവിടെ ചെല്ലുമ്പോ സ്വീകരണം, ശരിയല്ലേ? അല്ലാതെ രാജ്യങ്ങൾ തമ്മിൽ കൂട്ടിയുണ്ടാക്കാൻ വേണ്ടി നമ്മുടെ മുഖ്യനൊന്നും ചെയ്യണില്ല. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഇപ്പോൾ ജയകുമാർ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്, ഷിജു എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്, ബിനീഷ് മാത്യു. ഹിജാബ് ഉണ്ടാക്കാൻ പോയപ്പോഴേ ഉറപ്പായിരുന്നു എന്നാണ് ബിനീഷ് മാത്യു പറയുന്നത്. ഓക്കെ, അപ്പോൾ സുനിൽകുമാർ ഇങ്ങനെ നമുക്ക് ബ്ലൈറ്റി ഡേയ്സ് ലണ്ടനിൽ നിന്ന് നമുക്കിപ്പം ചേരുന്നു. ബ്ലൈറ്റി ലണ്ടനിൽ സുഖമായി ഇരിക്കുന്നുവെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. SDPI പോലുള്ള തീവ്ര ചിന്താഗതിക്കാരെ പ്രീണിപ്പിക്കാൻ ചില മലയാളികൾ ദേശഭക്തി ഗാനത്തെ വിവാദമാക്കുന്നതാണ് എന്നെ ഭയപ്പെടുത്തുന്നത് എന്ന് ബ്ലൈറ്റി ഡേയ്സ് പറയുന്നു. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ബ്ലൈറ്റി ഡേയ്സ് ഉന്നയിക്കുന്നുണ്ട്. അരുന്ധതി കുറച്ച് ദിവസമായിട്ട് ഞാൻ കണ്ടില്ലല്ലോ എന്ന് വിചാരിക്കുകയായിരുന്നു. അപ്പം യൂട്യൂബിൽ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. വെൽഫെയർ പാർട്ടി LDFന് പിന്തുണ കൊടുക്കുമെന്ന് പറഞ്ഞു. അവരും ഒക്കെ നടപടിയില്ലേ? ഗണഗീതത്തിൽ എന്തൊരു ഉത്സാഹം എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇക്ബാൽ ഹലോ. ഇക്ബാൽ അതെ പറഞ്ഞോ. ഇക്ബാൽ, ഈ EDയുടെ കുറിപ്പ് കാണുമ്പോൾ എന്താണ് മനസ്സിലാക്കുന്നത്? ഇത്രമാത്രം ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ടോ? അതോ ഇത് ഒരു രാഷ്ട്രീയ നീക്കമാണെന്നാണ് ഇപ്പോൾ അവർ പറയുന്നത്, SDPI പറയുന്നത്? ഇത് കേന്ദ്ര ഏജൻസികളെ, എതിരാളികളെ നിശബ്ദമാക്കാൻ ED ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്ന ഫാഷിസ്റ്റ് സർക്കാരിൻ്റെ രീതിയാണിത് എന്ന് പറയുന്നു. സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനും ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യാനും വേണ്ടിയുള്ള ഒരു ഗൂഢശ്രമത്തിൻ്റെ തെളിവാണിത് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അത് അങ്ങ് ഇത് എങ്ങനെയാണ് കാണുന്നത്? അത് തന്നെയാണ് അതിന്റെ യാഥാർത്ഥ്യവും. അതെ, ഈ RSS BJPയുടെ ഹിന്ദുത്വ രാഷ്ട്രം നിർമ്മാണത്തിന് ഏറ്റവും കൂടുതൽ എതിര് നിൽക്കുന്നത്, തടസ്സം നിൽക്കുന്നത് SDPI ആണ്. അതുകൊണ്ടാണ് അവര് ഇസ്ലാം രാജ്യത്തിന് സ്വാഭാവികമായി തടസ്സമായിരിക്കുമല്ലോ രണ്ടും, അല്ലേ? അതുകൊണ്ടാണ് ഇസ്ലാമിക രാഷ്ട്രമല്ല, ഹിന്ദുത്വ രാഷ്ട്രം. RSS 100 വർഷമാവുമ്പോ ഹിന്ദുത്വ രാഷ്ട്രം. അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ SDPIയും PFIയും മതേതര രാജ്യത്തിലാണോ വിശ്വസിക്കുന്നത്, അതോ ഇസ്ലാമിക രാജ്യം വേണമെന്നാണോ? അങ്ങനെ എവിടെയുള്ളത്? അവരെവിടെയാ പറഞ്ഞത്? എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ ED ഉന്നയിക്കുന്നത് തെറ്റാണ്. മതേതര ഇസ്ലാമിക രാജ്യം കെട്ടിപ്പടുക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നു, അതിന് ഫണ്ട് വാങ്ങിക്കുന്നു. അങ്ങനെ അവര് എവിടെയെങ്കിലും അവരുടെ ബൈലോയില് അവര് പിന്നെ ഇതിൽ അവരെ എഴുതി വെച്ചിട്ടുണ്ടോ? അത് തെളിയിക്കാൻ കഴിയുമോ?
അപ്പം ഞാൻ ചോദിക്കുന്നത് ലോകമെമ്പാടും മതേതര ജനാധിപത്യ ഭരണകൂടങ്ങൾ വരണമെന്നാണ് PFIയും SDPI ഒക്കെ ആഗ്രഹിക്കുന്നത് അല്ലേ? PFIയുടെ നമ്മൾ അറിയില്ല. SDPIക്ക് അങ്ങനത്തെ ഒരു മുഖം ഉണ്ട് ഇതുവരെ എവിടെയെങ്കിലും ഇതിൽ പറയുന്നുണ്ടോ? അല്ല, ഞാൻ ചോദിക്കുകയാണ്, അപ്പം അങ്ങയോട് ഞാൻ ചോദിക്കുകയാണ്, ഇത് ലോകമെമ്പാടും ജനാധിപത്യ മതേതര സർക്കാരുകൾ തന്നെ വരണം എന്ന നിലപാടാണോ അങ്ങേക്കുള്ളത്, അല്ലെങ്കിൽ SDPI? പിന്നെ അജണ്ടകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതാണോ നിങ്ങൾ പറയുന്നത് അല്ലേ? അപ്പൊ മതരാഷ്ട്രത്തിനോട് പൊതുവെ എതിർപ്പാണ്. RSSനെതിരെയാണ് ഞാൻ ചോദിക്കുന്നത്. RSS ആയിക്കോട്ടെ ആരായിക്കോട്ടെ, മതരാഷ്ട്രത്തോട് എതിർപ്പാണ് അല്ലേ? അതെ അതെ അതെ. ജനാധിപത്യ മതേതര രാജ്യം തന്നെയാണ് വേണ്ടത്. ജനാധിപത്യ രാജ്യത്ത് എന്തിനാ മതരാഷ്ട്രം? അല്ല, ജനാധിപത്യ രാജ്യത്തല്ലേ, എല്ലാ ലോകമെമ്പാടും ജനാധിപത്യ മതേതര സർക്കാരുകളാണ് വേണ്ടത് എന്നാണ് പൊതു നിലപാട് അല്ലേ? അതോ മതേതര രാജ്യം അങ്ങനെയാണോ? അല്ല, നമ്മുടെ രാജ്യത്ത് ഓരോരോ രാജ്യത്ത് ഓരോരോ നിയമങ്ങളാണല്ലോ. നമ്മുടെ രാജ്യത്തിൻ്റെതാണല്ലോ നമ്മൾ പറയേണ്ടത്. ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്ന് പറയുന്ന ഇന്ത്യയിലെ കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കേണ്ടത്. അല്ല, ഞാൻ ചോദിക്കുന്നത് അപ്പൊ ലോകമെമ്പാടും അങ്ങനെ ഒരു നയമില്ല, ഇന്ത്യയിൽ മാത്രം ജനാധിപത്യം മതി എന്നാണ്. നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ നിയമത്തിനനുസരിച്ചിട്ടല്ലേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. ആയിക്കോട്ടെ. അല്ല, ഞാൻ ചോദിക്കുന്നത് അപ്പൊ ലോകരാജ്യങ്ങളുടെ കാര്യത്തിൽ ഒരു അഭിപ്രായമില്ല, അതിന് നമ്മൾ ആ രാജ്യത്തിന്റെ നിയമം അനുസരിച്ചിട്ട് നമുക്ക് അത് പറയാൻ കഴിയുള്ളൂ. ആ രാജ്യത്ത് ഉണ്ടെങ്കിൽ ആ രാജ്യം അംഗീകരിക്കട്ടെ. നിയമങ്ങളും പിന്നെ അല്ല, നമ്മളിപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോൾ SDPI ആയാലും PFI ആയാലും ഒക്കെ, അല്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങൾ മാത്രമേ സംസാരിക്കുന്നുള്ളെങ്കിൽ ഞാനത് ചോദിക്കില്ലായിരുന്നു. പക്ഷേ ഗാസയിലെ അക്രമത്തെക്കുറിച്ച് അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികം അവർക്കൊരു ലോകവീക്ഷണവും ഒരു ലോക കാഴ്ചപ്പാടുമുണ്ട്. അപ്പോൾ ആ ലോക കാഴ്ചപ്പാടിൽ ലോകത്തെല്ലായിടത്തും മതേതര ജനാധിപത്യ രാജ്യങ്ങൾ വരണം എന്ന് ഉറച്ചു പറയാൻ SDPIക്ക് കഴിയുമോ? അതോ ഇന്ത്യയിൽ ഞങ്ങൾ ഭൂരിപക്ഷമല്ല, അതുകൊണ്ട് ഇവിടെ മതേതരത്വം, മറ്റ് രാജ്യങ്ങളിൽ ഞങ്ങൾ ഭൂരിപക്ഷമായെടുത്ത് ഇസ്ലാമിക ഭരണം, അതാണോ രീതി? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ പറയുന്നത് ഗാസയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നീതി നിഷേധിക്കപ്പെടുന്ന അവിടുത്തെ ആളുകളുടെ അല്ല ഞാൻ ചോദിക്കുന്നത് അതാണ്. അപ്പം ലോകവീക്ഷണം ഉണ്ടല്ലോ. അപ്പം ലോകത്ത് മറ്റ് രാജ്യങ്ങളിൽ എല്ലായിടത്തും ജനാധിപത്യ മതേതര സർക്കാരുകൾ വരണം, അതാണ് ഒരു അഭികാമ്യം എന്ന് ശ്രീ ഇക്ബാൽ കരുതുന്നുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യനാണ്. ഞാൻ ഇത് ചോദിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇത് വിമർശകർ പറയുന്നത്, ഇപ്പം നേരത്തെ ഒരാൾ തന്നെ പറഞ്ഞു കേട്ടില്ലേ, ഈ മുസ്ലിം ഭൂരിപക്ഷം ഇല്ലാത്ത സ്ഥലത്തെല്ലാം ജനാധിപത്യം മതേതരത്വം പറയുന്നു, മുസ്ലിം ഭൂരിപക്ഷം ഉള്ളിടത്ത് നിങ്ങൾ മതരാഷ്ട്രത്തെക്കുറിച്ചും പറയുന്നു. ഈ വ്യത്യാസം പൊളിക്കാനാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു നിലപാടുണ്ടോ? അങ്ങനെയെങ്കിൽ ഇന്ത്യ പിന്നെ ഇപ്പോ ഓരോ രാഷ്ട്രങ്ങളുണ്ട്, ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഉണ്ടല്ലോ, അവിടെ വേറെ ഒരു നിയമമായിരിക്കും. ഇന്ത്യ അങ്ങനെ ഹിന്ദു രാഷ്ട്രം ഒന്നല്ലല്ലോ, ഹിന്ദുത്വ രാഷ്ട്രമല്ലല്ലോ. ഇന്ത്യ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്. അപ്പോ അതിൻ്റെതായ ഇസ്ലാമിക രാഷ്ട്രമായ പിന്നെ ഇവിടെ പിന്നെ അവിടെ വേറെ നിയമങ്ങളായിരിക്കും. നേരെ അത് പിന്നെ നേപ്പാളിൽ വരുമ്പോൾ വേറെ നിയമങ്ങളായിരിക്കും. അതിനെ നമുക്ക് പറയാൻ കഴിയില്ലല്ലോ ഇവിടെ ഇരുന്നിട്ട്. അത് വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ രാജ്യത്തിന്റെ ഞാൻ ചോദിക്കുന്നത് കമ്പയർ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. ഞാനിപ്പോ ഒരു വ്യക്തി ഇവിടെ ഇരിക്കുകയാണ്, തിരുവനന്തപുരത്താണുള്ളത്, കേരളത്തിലാണ്. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നത് ലോകത്തെമ്പാടും ഈ മതത്തിനൊരു പ്രാധാന്യം കൊടുക്കാത്ത ജനാധിപത്യ മതേതര രാജ്യങ്ങൾ, എല്ലാ മതങ്ങളെയും തുല്യമായി ഒരുമിച്ച് ജീവിക്കാൻ അനുവദിക്കുന്ന നമ്മുടെ ഇന്ത്യൻ മതേതരത്വം തന്നെ, അതായത് എല്ലാവർക്കും ഈക്വൽ അംഗീകാരമുള്ള ഒരു രാജ്യം, ഭരണകൂടങ്ങൾ ലോകമെമ്പാടും വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വയനാട്ടിൽ നിന്നുള്ള ഇക്ബാലിന് ഈ ആഗ്രഹം ഉണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതെ, നമ്മൾ ആഗ്രഹിക്കുന്നത് ആഗ്രഹമില്ല. അതെങ്കിൽ അവിടെ നിയമം മറ്റൊന്നാണെങ്കിൽ അത് വെച്ചിട്ട് ഇവിടെ ഇന്ത്യയിൽ കമ്പയർ ചെയ്യരുതെന്നാണ് ഞാൻ പറയുന്നത്. കമ്പയർ ചെയ്യരുത്. പക്ഷെ അങ്ങക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടോ ഇല്ലയോ എന്നാണ് ചോദിക്കുന്നത്. അതെ, ഇപ്പൊ മതമല്ലല്ലോ രാജ്യത്തെ ജനങ്ങൾ മുഴുവനും സ്വസ്ഥമായി. ശരി, അപ്പൊ അങ്ങ് വയനാട്ടിൽ എവിടെ നിന്നാണ് വിളിക്കുന്നത്? വയനാട് മാനന്തവാടി. SDPI പ്രവർത്തകനാണോ, നേതൃത്വ രംഗത്തുള്ള ആളാണോ? അല്ല. ഞാൻ ചോദിക്കുന്നത് ഈ SDPIക്ക് ഇങ്ങനെ ഫണ്ടുകൾ PFI വഴി വന്നിട്ടുണ്ടോ ശ്രീ ഇക്ബാൽ, അറിയാമോ? നിങ്ങൾ എന്ത് ഇതാ പറഞ്ഞത്? നമ്മുടെ പിന്നെ SDPIയുടെ മുഴുവൻ ഈ രാജ്യം ഭരിക്കുന്നത് ആരാ? കൃത്യമായ കണക്കുകൾ ഡാറ്റകളില്ലേ? പിന്നെ കള്ളക്കഥകൾ ഉണ്ടാക്കി അവരെ പിന്നെ RSSന് എതിര് നിൽക്കുന്നത് കൊണ്ട് അവരെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമം നടത്തുന്നതാണ്. അത് ഇവർ ഈ ഇദ്ദേഹത്തിൻ്റെ നമ്മുടെ SDPI നേതാവിൻ്റെ പ്രതികരണം കറക്റ്റാണെന്നാണ് അങ്ങ് പറയുന്നത്. SDPI സംസ്ഥാന പ്രസിഡന്റ് ലത്തീഫിൻ്റെ നിലപാടാണ് അങ്ങ് യോജിക്കുന്നത് അല്ലേ? അത് ഞാൻ കേട്ടിട്ടില്ല. അല്ല, ഞാൻ വായിക്കാം, എൻ്റെ കയ്യിലിരിക്കുകയാണ്. അപ്പോൾ അത് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. SDPIയുടെ തിരുവനന്തപുരം ഭൂമി കണ്ടുകെട്ടിയ ED നടപടി BJPയുടെ പതിവ് പകപോക്കലിൻ്റെ ഭാഗമാണ്. SDPI സംസ്ഥാന പ്രസിഡന്റ് CPA ലത്തീഫിൻ്റെ പ്രസ്താവനയാണ്. ഭയപ്പെടുത്തി നിശബ്ദനാക്കുന്നു, ആ വ്യാമോഹം നടപ്പാകില്ല.
ED നടപടിയെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടും. രാജ്യത്ത് പ്രതിപക്ഷ കക്ഷികളുടെ വായടപ്പിക്കാനുള്ള ഫാസിസ്റ്റ് സർക്കാരിൻ്റെ പ്രതിലോമകരമായ നടപടിയുടെ തുടർച്ചയാണിത്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിനായി പാർട്ടി സജീവമായി രംഗത്ത് വരുമ്പോഴാണ് ഈ ഹീനമായ നീക്കം നടക്കുന്നത്. അത് പാർട്ടിയെ പൊതുസമൂഹത്തിൽ അവമതിക്കാനും പിന്നോട്ടടിക്കാനുമുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്. ഇതിനോട് ശ്രീ ഇക്ബാൽ യോജിക്കുന്നുണ്ടോ? പൂർണ്ണമായിട്ട് യോജിക്കുന്നു. അത് ഏതൊരു പൗരർക്കോ അത് വീക്ഷിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാവും. ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ SDP വ്യാപകമായി സീറ്റുകൾ നേടാൻ ഇതൊക്കെ അതിന്റെ ഇടയിലൂടെ ഇത്തരം പ്രചരണങ്ങൾ ഇതാക്കി നമ്മളെ SDP അല്ലെങ്കിൽ കുഴിച്ചു മൂടാമെന്നുള്ളത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. അങ്ങ് പക്ഷേ SDPIയുടെ ഒരു പ്രവർത്തകനോ അനുഭാവിയോ ഒന്നുമല്ല. അനുഭാവിയാണ് SDP അനുഭാവിയാണ്. ഓക്കെ. അപ്പോൾ വ്യക്തമാണ്, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ഏതായാലും വളരെ നന്ദി ഇക്ബാൽ, അവിടെ നിന്ന് വിളിക്കുകയും അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തു. സന്തോഷ് എന്നോടൊപ്പം ചേരുന്നത് വെള്ളരിക്കുണ്ടിൽ നിന്നാണ്. സന്തോഷ്. നമസ്കാരം സാർ. സന്തോഷ്, ഞാൻ ഈ EDയുടെ പത്രക്കുറിപ്പ് വായിച്ച് വല്ലാതെ ആശങ്കപ്പെടുന്നു. ഈ മതരാഷ്ട്രമാക്കാനൊക്കെയുള്ള ശാരീരിക ആയുധ പരിശീലനമൊക്കെ കിട്ടുന്നു എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ആളുകൾ നേരത്തെ ഈ സിമിയുടെ പ്രവർത്തകരായിരുന്നു. അതോടൊപ്പം തന്നെ NDFൻ്റെ ഒക്കെയുമായി ബന്ധപ്പെട്ടവരായിരുന്നു. അവർ പിന്നെ PFI ആയി. അപ്പോൾ അത് രൂപം മാറിയാണോ SDPI ആയത് എന്ന ആശങ്ക വരികയാണ്. അപ്പോൾ സന്തോഷിന് അങ്ങനെ വല്ല ആശങ്കയുണ്ടോ? അതോ ഇത് തെറ്റായ ഒരു ആശങ്കയാണോ? നമസ്കാരം. എന്റെ അഭിപ്രായത്തില് മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. എന്നാൽ ഈ ലോകത്ത് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇപ്പൊ പാലസ്തീനും ഇസ്രയേലും തമ്മിലുള്ള പ്രശ്നം കണ്ടില്ലേ? എത്ര നിരപരാധിയായ കുട്ടികളാണ് വെറുതെ മരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളെല്ലാവരും, ക്രൈസ്തവരോ ഹിന്ദുക്കളോ മുസ്ലിമോ, നമ്മളെല്ലാം മനുഷ്യരാണ്. അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ നമ്മളിൽ നന്മയുണ്ടാവും. എല്ലാ മതങ്ങളെയും സ്നേഹിക്കാൻ പഠിക്കണം. അതാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഓക്കെ, ഗൗതം ഗൗതത്തിന് എന്താ ടെലിഫോൺ ലൈനിൽ എന്താ പറ്റിയത്? ഓക്കെ, മുരളി പേട്ടയിൽ നിന്നാണ് എന്നോടൊപ്പം ചെയ്യുന്നത്. മുരളി ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണ്? ഞാൻ ഒരു മതേതര രാഷ്ട്രം ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്? ഞാൻ ബിൽഡിംഗ് വർക്ക്ഷോപ്പാണ്. വർക്ക്ഷോപ്പ് ജീവനക്കാരനാണ് അല്ലേ? അപ്പൊ ഇന്ന് അവധി ദിനമാണ്. അപ്പൊ പൊതുവേദിക്കൊപ്പം ഞാനിത് മുമ്പ് അങ്ങ് വിളിച്ചിട്ടുണ്ടോ? ഞാൻ കണ്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ആദ്യമായിട്ട് ആളെ കാണുകയാണ് അങ്ങയുടെ പേര്, അതുകൊണ്ടാണ് ഞാൻ. അത് ശരി. അപ്പൊ എന്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത്, ഈ മതേതരത്വം എന്ന് പറയുന്നത് ഈ ഭാരതത്തില്, ഇന്ത്യയില് ഹിന്ദു ഭൂരിപക്ഷം ഉണ്ടെങ്കിലേ മതേതരത്വം ഉള്ളു. സംശയമുണ്ട്. അതല്ല, ഇസ്ലാമിക് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മുമ്പേ ഇവർ പറഞ്ഞിട്ടുണ്ട് 2040-30 കാലഘട്ടത്തിൽ ഇസ്ലാമിക് രാഷ്ട്രമായിട്ട് മാറ്റുമെന്ന്. നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടില്ലേ? അതൊക്കെ ആളുകൾ പലതും പറയുന്നുണ്ട്. അല്ല, പറയുന്നതല്ല. അല്ല, ഞാൻ പറയുന്നത് മതേതരത്വം. ആ രാഷ്ട്രമാണെങ്കിൽ ഹിന്ദു ഭൂരിപക്ഷം ഉണ്ടെങ്കിലേ മതേതരത്വം നിലനിൽക്കൂ. ഇസ്ലാമിക് ഞാൻ പറയട്ടെ, അല്ലല്ല, ഒരു 55%-60% ഇപ്പൊ ഹിന്ദുക്കളുണ്ട്. ഇസ്ലാമിക് ഇവിടെ 55-60% വരുമ്പോൾ ഹിന്ദു ഇത് മതേതരത്വം ഇല്ല, ഇസ്ലാമിക് രാഷ്ട്രീയത്തെ മാറുള്ളൂ. ഇപ്പൊ ഉദാഹരണത്തിന് പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, താലിബാൻ, അഫ്ഗാനിസ്ഥാൻ, ഇവിടെ എല്ലാം ഇസ്ലാമിക് രാഷ്ട്രങ്ങളാണ്. അല്ല, പക്ഷെ ബംഗ്ലാദേശ് മതേതര രാജ്യമാണെന്നാണ് അവകാശപ്പെടുന്നത്. അവരുടെ ഭരണഘടന ബംഗ്ലാദേശിൽ എങ്ങനെ മതേതരത്വം? മതേതര രാജ്യമായിരുന്നു. ഇപ്പൊ ഒരു ചെറിയ നടന്നതല്ലേ? ഒരു ചെറിയ വ്യത്യാസമൊന്നും അല്ലാതെ ഇസ്ലാമിക് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ നമുക്ക് ഇത് പറയാൻ പറ്റൂല. ഇസ്ലാമിക് രാഷ്ട്രം തന്നെ അവര് അതിൽ പിടിച്ചോണ്ട് തന്നെ ഭരണം മുമ്പോട്ട് പോകും. പക്ഷെ അങ്ങനെയാണെങ്കിൽ അവിടുന്ന് പ്രസിഡന്റിനെ ആളുകൾ പുറത്താക്കിയപ്പോ പ്രധാനമന്ത്രി ഇങ്ങോട്ടല്ലേ വന്നത്? പ്രധാനമന്ത്രി ഇവിടെ അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, മതേതര രാഷ്ട്രമാണ്. അതെ. അല്ല, അപ്പൊ അങ്ങ് പറഞ്ഞത് അവിടെ മതേതര രാജ്യമായിരുന്നത് കൊണ്ടാണല്ലോ ആ ഇവിടെ സ്വീകരിച്ചത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവിടെ നിന്ന് എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ നമുക്ക് പാകിസ്ഥാനിലെ കാലുകുത്താൻ പറ്റുമോ? പറ്റാൻ പറ്റൂല. അവർക്ക് ഇവിടെയും കാലുകുത്താൻ പറ്റില്ല. പറ്റൂല.
അത്ര വൈരാഗ്യമാണ്. കാര്യം അത് ഇസ്ലാമിക് അല്ല, പക്ഷേ രാഷ്ട്രമാണ്. ആ വൈരാഗ്യത്തിനിടയിലും ഞാൻ ഇപ്പോൾ കുറച്ച് വാർത്തകളിൽ കാണുക ശ്രീ മുരളി, പലയിടത്തൊക്കെ പ്രണയം മുട്ടിടുന്നു. പാകിസ്ഥാനിൽ നിന്ന് ഓൺലൈൻ വഴിയൊക്കെ പ്രണയത്തിലായി ഒരു യുവതി ഇന്ത്യയിലേക്ക് വന്നിരുന്നു. ഇന്ത്യയിൽ അവരിപ്പോൾ ചിലരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു സൈനികനല്ല, അർദ്ധസൈനിക ഉദ്യോഗസ്ഥൻ അവിടെ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു. അതിനെ തുടർന്ന് അദ്ദേഹം ചെറിയ പ്രതിസന്ധിയിലൊക്കെ ആയി. പ്രശ്നമുണ്ടാവും തീർച്ചയായും. കാര്യം അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു മതവിഭാഗത്തിന് കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ, അല്ല മതമൊക്കെ ഒന്ന് തന്നെ, ഇവിടെയുള്ളൊരു ആൾ അവിടെയുള്ള ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചു. അങ്ങനെ പലരും കല്യാണമൊക്കെ കഴിക്കുന്നുണ്ട്. പക്ഷേ അത് എന്നാലും ചില പ്രശ്നങ്ങളുണ്ട്. ശരി, അപ്പോൾ ഏതായാലും അങ്ങയുടെ അഭിപ്രായമൊക്കെ വ്യക്തമാണ്. സ്കറിയ കണ്ണൂർ ചെറുപുഴയിലെ സ്കറിയാണ്. ഞാനിത് കണ്ണൂർ സ്കറിയ എന്ന് കണ്ടപ്പോഴേ ചെറുപുഴ എന്ന് പറഞ്ഞില്ല. നമസ്കാരം. ഇന്ന് കോട്ടില്ലാത്ത ഒരു ലുക്കില്ലേ? കോട്ട് വേണം അല്ലേ? അപ്പം ഞാൻ കോട്ടാ ലുക്ക് ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞായറാഴ്ചയൊക്കെ അല്ലേ, അപ്പോൾ കുറച്ചൊന്ന് ഇൻഫോർമൽ ആകാം എന്ന് വിചാരിച്ചു. അല്ല, കോട്ടുണ്ടെങ്കിലേ മനുവിന് ഒരു ലുക്കുള്ളൂ. കോട്ട് വേണം. അല്ല സത്യത്തിൽ ലുക്കിനല്ല കോട്ട് ഇടുന്നത്. പിന്നെ ശ്രീ സ്കറിയൊക്കെ അറിയാമല്ലോ, സ്കറിയക്കും ചുരുക്കം ചില ആളുകൾക്കൊക്കെ അറിയാം ഈ കുടവയർ മറക്കുക എന്നതിൻ്റെ ഭാഗമായിട്ടാണ് കോട്ടിടുന്നത്. അപ്പോൾ ഇന്നത് ഇട്ടില്ലെന്നേ ഉള്ളൂ, ഷർട്ട് കുറച്ച് ലൂസായതുകൊണ്ട് അങ്ങനെ മാനേജ് ചെയ്യാം എന്ന് വിചാരിച്ചു. കുടവയർ മറക്കാനായിട്ട് ഒരു മാർഗമുണ്ട് മനു. 6 മണിക്ക് വൈകുന്നേരം 6 മണിക്ക് ഭക്ഷണം കഴിച്ചാൽ പിന്നെ ഭക്ഷണം കഴിക്കാതെ ഇരിക്കുക. ഭക്ഷണം കഴിക്കാതെ എനിക്ക് വയറ് കുറയണ്ട, ഭക്ഷണം കഴിച്ചിട്ട് വയറ് കുറഞ്ഞാൽ മതി. അന്ന വിഷയത്തിലേക്ക് വരാം. ഇത് നമ്മുടെ ഇവിടുത്തെ ഈ മതവും രാഷ്ട്രീയവും കൂട്ടി കുഴയ്ക്കാതിരിക്കുക, അതാണ് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം മനു, ഇവിടെ നോട്ട് നിരോധനം വന്നപ്പോൾ പറഞ്ഞത് 2 ലക്ഷം രൂപ വരെയുള്ളത് ട്രാൻസാക്ഷൻ നടത്താൻ പാടുള്ളൂ. അത് 6 രൂപയിലാണെന്നുള്ളത് അറിയാം. ചിപ്പുണ്ട്, എവിടെ കുടിച്ചിട്ടാലും അറിയും, അത് VP അടിക്കും എന്നൊക്കെ പറഞ്ഞ് ഇവിടെ പാവപ്പെട്ട ആൾക്കാരെ കുറെ ആൾക്കാർ കുഴഞ്ഞു വീണ് മരിച്ച സംഭവമൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ ഈ വിദേശത്ത് നിന്ന് ഇപ്പോൾ 135 കോടിയോ എത്രയോ വന്നെന്ന് പറയുന്നു. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ശിഷ്ടം തെറ്റല്ലേ? പാവപ്പെട്ടവനെ ഇവിടുത്തെ ജനാധിപത്യ രാജ്യത്തിലെ ഇവിടുത്തെ എല്ലാ ജാതിക്കാരെയും മതങ്ങളെയെല്ലാം ക്യൂ നിർത്തി ഈ ശിഷ്ടം നോട്ട് നിരോധനം വരുത്തി കഴിഞ്ഞിട്ട് ഈ വിദേശത്തു നിന്ന് വന്ന് ഈ 2 ലക്ഷം രൂപ വരെ നമുക്ക് ട്രാൻസാക്ഷൻ നടത്താൻ പറ്റുന്നിടത്ത് ഇങ്ങനെ ഈ പൈസ വന്നത് ഇവിടെയുള്ള ഉദ്യോഗസ്ഥ തലങ്ങളിലും ഭരണകർത്താക്കളും അറിഞ്ഞു. അതുകൊണ്ടാണ് നടപടി എടുക്കുന്നത്. അതല്ലേ ED പറയുന്നത്. എപ്പോ അറിഞ്ഞു? ഇത് ഇവരുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അറിഞ്ഞത്. ഇത് ഇന്ത്യ രാജ്യത്തേക്ക് വരുമ്പോൾ ഈ പൈസ എങ്ങനെ വന്നു എന്ന് കാണുമ്പോൾ അവിടെ പിടിച്ചു വെക്കാനുള്ള സംവിധാനം ഉണ്ടായിരുന്നല്ലോ. ഇതിപ്പോ മനുവിന്റെ കയ്യിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അല്ലേ അറിയുന്നത്. അപ്പൊ എത്താനായിട്ടൊരു വഴി ഈ സിസ്റ്റം അവിടെ ശരിയാക്കി വെക്കില്ലേ ഇത് മനു? ഈ നടപടികൾ പോരാ, കുറച്ചും കൂടി കർശനമാക്കണമെന്നാണ് ശ്രീ സ്കറിയ പറയുന്നത് അല്ലേ? അല്ല, അവർ ആശുപത്രി കേസിന് ഞാൻ പോയി കഴിഞ്ഞാൽ ഒരു 6 ലക്ഷം രൂപ ആശുപത്രി കേസ് വന്നു കഴിഞ്ഞാൽ 2 ലക്ഷം രൂപ അവിടെ അടയ്ക്കാൻ പറ്റുള്ളൂ. ഞാൻ പിറ്റേ ദിവസം അവിടെ നിൽക്കണം. അപ്പൊ ആ ശിഷ്ടം ഇവിടെ ഉള്ളപ്പോൾ എങ്ങനെ ഈ പൈസ ഇവരുടെ കൈകളിൽ എത്തി? അപ്പോ ഇതിന് ഉദ്യോഗസ്ഥ തലത്തിൽ വരെ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഒത്താശയോടുകൂടിയാണ് ഇവരുടെ ഈ പൈസ വന്നത്. ഇവരിപ്പം ആയുധ പരിശീലനം നടത്തുന്നു എന്ന് പറഞ്ഞാല് ചിലപ്പോൾ ആളെ കൊല്ലാനായിരിക്കും എന്ന് പറഞ്ഞ പോലെ എല്ലാവരും ആയുധ പരിശോധന നടത്തുന്നില്ലേ? പിന്നെ മൂന്നാമത്തെ കാര്യം പറയാനുള്ള, എല്ലാവന്മാരുടെയും പാർട്ടി ഓഫീസിൽ പോലീസും ED എല്ലാം ചെക്ക് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാകുന്നത്. അല്ലാതെ പാർട്ടി ഓഫീസിൽ കയറാൻ പറ്റില്ല. പാർട്ടി ഓഫീസിൽ സംവിധാനം മാറ്റണം. ജനാധിപത്യ രാജ്യമാണ്. എന്റെ വീട്ടിൽ രാത്രിക്ക് വരാം, വാറണ്ടുണ്ടെങ്കിൽ വരാമെന്ന് പറഞ്ഞാൽ ഈ പാർട്ടി ഓഫീസിൽ ഇവരെന്താണ് നടത്തുന്നതെന്ന് പരിശോധിക്കാൻ EDക്ക് തന്റെ ഇടം വേണം. ED ഇവിടെ അന്വേഷിച്ച പല കേസുകളും വെറും ജലരേഖയായി. ഞാൻ പണ്ട് മനുവിനോട് പറഞ്ഞാണ് ഇതൊക്കെ വെള്ളത്തിൽ വരച്ച് ഐസ് കട്ടയിൽ വരച്ചതുപോലെ ആകുന്നത്. 1 കൊല്ലം മുമ്പ് ഞാൻ ഇതേപോലെ ഒരു ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ പറഞ്ഞാണ്. ഇതൊക്കെ ഇപ്പൊ ഇനി കോടതിയിൽ പോയി കഴിഞ്ഞാൽ വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല, പൈസയൊക്കെ അവർ ഉപയോഗിക്കുമെന്നാണ് പറയുന്നത് അല്ലേ? അവരുപയോഗിക്കും. ഇത് കുറച്ച് കഴിയുമ്പോൾ ഈ നിരോധിച്ച സംഘടനകളുടെ ഈ ജനാധിപത്യ രാജ്യത്തിൽ പിന്നെ പലരും പോയി പറയുന്നത് കേട്ടോ, വോട്ട് കോൺഗ്രസ് മേടിക്കുന്നു, കമ്മ്യൂണിസ്റ്റ് മേടിക്കുന്നു, BJP. ഞാനൊരു പൗരനാണ്, എനിക്കൊരു വോട്ടവകാശമുണ്ട്. എനിക്ക് വോട്ട് ആർക്ക് കൊടുക്കണമെന്ന് എന്റെ അവകാശത്തിൽപ്പെട്ട കാര്യമാണ്. കോൺഗ്രസ് കൊടുക്കണം, മുസ്ലിം ലീഗിന് കൊടുക്കണം, BJPക്ക് കൊടുക്കണം, അത് എന്റെ അവകാശത്തിൽപ്പെട്ട കാര്യമാണ്. അല്ലാതെ കോൺഗ്രസിനെ കുറ്റം പറയുന്ന ഒരു കാര്യം മനസ്സിലാക്കണം. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിക്കഴിഞ്ഞപ്പോൾ ഇവിടെ ഉടുപ്പണിക്ക് മറുപടിയില്ലായിരുന്നു. ഈ കോൺഗ്രസ് ഇവിടെ പരിചയമില്ലാണ് ഇന്നിവിടെ ഇരുന്ന് തള്ളുമൂടം നടത്തുന്നത്. അതായത് മലബാറിലേക്ക് കുടിയേറ്റം നടത്തിയപ്പോൾ ഇവിടെ വന്ന കാർന്നന്മാര് മലമ്പനിയോടും പേരെ പോലും ഇല്ലാതെ കാട്ടുപാതയിൽ പണിയെടുത്തിട്ട് അവര് ഞങ്ങൾക്ക് 2ാം തലമുറയ്ക്ക് സമ്പാദിച്ചു തന്ന പോലെയാണ് കോൺഗ്രസ് സമ്പാദിച്ചതിന്റെ പേരിൽ മാത്രമാണ്
ഇവരല്ല ഇപ്പൊ ഇവിടെ ഇരുന്ന് ഈ തള്ളുന്നതും ഇവിടെ ഈ ഇന്ത്യ രാജ്യത്തെ വെട്ടിമുറിക്കാനായിട്ടും പല രീതിയിൽ ഇവരുടെ ഒത്താശകളോടുകൂടി ഇവിടെ നടത്തുകയും ചെയ്യുന്നത്. ശരി, അപ്പോൾ വ്യക്തമാണ്. ഇന്ന് കുറച്ച് പ്രേക്ഷകർ അധികമുള്ളതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ കൃഷ്ണൻകുട്ടി എന്നോട് പറയുന്ന RSS എന്ത് ഗീതം അവതരിപ്പിച്ചാലും അത് വർജനീയം എന്ന് പറയുന്നു. എന്നെയും മനുസാറിനെയും ഒന്നും ED അന്വേഷിക്കുന്നില്ല, വിദേശ പണം കൈപ്പറ്റി തീവ്രവാദം പ്രവർത്തനം നടത്തുന്നവരെ ഇല്ലാതാക്കണം എന്ന് പറഞ്ഞു. അത് ശരിയാണ്, എന്നെ ഇതുവരെ ED അന്വേഷിക്കുന്നില്ല, പൈസ ഇല്ലാത്തതുകൊണ്ട് തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ മതാടിസ്ഥാനത്തിൽ സംഘടിക്കുന്നത് രാജ്യനന്മയ്ക്ക് നല്ലതല്ല എന്ന് AK കൃഷ്ണൻകുട്ടി പറയുന്നു. രഘുനന്ദൻ പറയുന്നു BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ആരെങ്കിലും അഴിമതി കാട്ടിയാൽ ED വരുമോ, അത് മാത്രം എടുത്താൽ മതി. അപ്പോൾ ഇത് രാഷ്ട്രീയ പ്രതീതം എന്ന് ആർക്കാണ് ഓക്കെ രാഷ്ട്രീയ മായിട്ടുള്ളതാണെന്ന് ആർക്കാണ് മനസ്സിലാകാത്തത്? രാഷ്ട്രീയ പ്രേരിതം എന്നായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവും. ഓക്കെ, സ്കറിയ ചേട്ടൻ പറയുന്നത് പോലെ പൈസ വരും എന്ന് മുൻകൂട്ടി കണ്ടുപിടിക്കണം, 150 കോടി ജനങ്ങളല്ലേ ഉള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡേവിഡ് വിജയ് എന്നോടൊപ്പം ചേരുന്നു പള്ളുരുത്തിൽ നിന്നാണ്. ശ്രീ ഡേവിഡ് വിജയ്, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഇത് ഡേവിഡ് വിജയ്ക്ക് ആശങ്ക ഉണ്ടാക്കുന്നുണ്ടോ? ഇത് ആർക്കാ ആശങ്ക ഇല്ലാത്തത്? ഇത് ഒരു പേര് മാറുമ്പോൾ വേറൊരു പേരിലേക്ക് അവർ മാറും. ഇത് മുസ്ലിങ്ങളുടെ കാര്യം നോക്കാനാണെങ്കിൽ മുസ്ലിം ലീഗിനെ പോലെയുള്ള നല്ല സംഘടനകൾ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. MES ഉണ്ട്. ഇനി ഹൈദരാബാദിലൊക്കെ ആണെങ്കിലും വളരെ ഞാൻ അവിടെ ഉണ്ടായിട്ടുള്ളത്, അവിടെ ഒന്നും ഇല്ലാത്ത ഈ ഒരു ചില വിദേശ ആശയങ്ങൾ, അതായത് മിസ്കോൺസ്റ്റിറ്റ്യൂഷൻ അവരുടെ തലയിലേക്ക് ഈ വേണ്ടാത്ത ഇതുകൾ വെച്ച് കെട്ടി കുറച്ച്. പിന്നെ ഒന്നാമത് ഈ പണത്തിന്റെ ആധിക്യം അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതാണ്. അത് മുന്നേ കൂട്ടി അത് ചിലവർ പറയുന്നതാണ്, അത് തടഞ്ഞാൽ തന്നെ പകുതി നിൽക്കും. കാരണം ഇവിടെ ആം ആദ്മി പാർട്ടി ഒന്നും അല്ലെങ്കിൽ ചില പ്രസ്ഥാനങ്ങളൊന്നും പച്ച പിടിച്ച് പോരാത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പണമില്ലാത്തതുകൊണ്ട് മാത്രമാണ്. ഇവര് കാരണം മറ്റുള്ള സമുദായങ്ങൾ സഫർ ചെയ്യുന്ന എന്തൊരു പ്രശ്നങ്ങളാണെന്നറിയോ? ഇപ്പൊ ഈ ഹിന്ദുക്കളിൽ എന്ന് പറഞ്ഞാൽ ജാതികളും ഉപജാതികളുമായിട്ട് അവർക്ക് അങ്ങനെ യാതൊരു മതപരമായിട്ടുള്ള ഒരു യൂണിറ്റി ഇല്ലാത്തൊരു മതമായിരുന്നു ഇന്ത്യയില്. അത് ജസ്റ്റിസ് സംസ്കാരം, അല്ലാതെ ഗുരു നിത്യചൈതന്യേദിയും ശ്രീനാരായണ ഗുരുവിനെയൊക്കെ പോലെ അവരെ ആവശ്യമില്ലാതെ അതിലും വർഗീയത കുത്തിത്തിരിക്കാൻ ഇപ്പൊ ഇവര് കാരണം കാര്യമായിട്ടുണ്ട്. വ്യക്തമാണ് അങ്ങയുടെ അഭിപ്രായം. ഇന്ന് നമുക്ക് സമയക്കുറവുള്ളതുകൊണ്ടാണ്. KG കുമാർ എന്നോടൊപ്പം ചേരുന്നു കൊട്ടാരക്കരയിൽ നിന്നാണ്. ശ്രീ കുമാർ. ഹലോ. ശ്രീ കുമാർ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നയാളാണ്? ഞാൻ നേരത്തെ ഗൾഫിലായിരുന്നു, ഇപ്പോ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. പ്രവാസിയാണ്. 15 കൊല്ലമായി. പ്രവാസിയാണ് അല്ലേ? പ്രവാസിയായിരുന്നു. അതെ അതെ അതെ. പ്രവാസികളുടെ നമ്മുടെ പൊതുവേദിക്ക് ഒരു വലിയ, ഞങ്ങൾക്ക് വലിയ അഭിമാനമുള്ള ആളുകളാണ്. കാരണം ഞാൻ 22 വർഷം ഞാൻ സൗദി അറേബ്യയിൽ നിന്ന ഒരാളാണ്. മാത്രമല്ല നമ്മുടെ പ്രേക്ഷകരിൽ ഒരു വലിയ വിഭാഗം പ്രവാസികളുണ്ട് പൊതുവേദിയുടെ. അപ്പോൾ മാത്രമല്ല ഞങ്ങൾക്ക് അവരോടൊരു പ്രത്യേക സ്നേഹമുണ്ട്. കാരണം അവർ ലോകം കണ്ട ആളുകളാണ്. പലപ്പോഴും അവരുടെ അഭിപ്രായങ്ങൾ ഒരു ലോകവീക്ഷണമാണ്, നമ്മുടെ നാടിനെ പുരോഗതിയിലേക്ക് നയിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ. ഇന്ത്യ സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിന്ന ഒരു കാലഘട്ടത്തിൽ 22 വർഷത്തോളം ഞാൻ വിദേശ നാണയം നേടിക്കൊടുത്ത ഒരു പൗരനാണ്. കാര്യം നരസിംഹറാവു പ്രധാനമന്ത്രിയായിട്ടിരുന്ന കാലത്ത്, അതിനുശേഷമാണ് ഇന്ത്യ മൻമോഹൻ സിംഗ് ധനകാര്യമന്ത്രിയായിട്ട് വന്നതിന് ശേഷം പടിപ്പടിയായിട്ട് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തിയത്. ശ്രീകുമാർ, അപ്പോൾ ഇവിടെ ഇവർ വലിയ ഒരു ആരോപണമാണ് ED ഉന്നയിക്കുന്നത് കേട്ടോ. ഇന്ത്യയിൽ ഒരു ഇസ്ലാമിക രാഷ്ട്രം രൂപീകരിക്കുക എന്ന ലക്ഷ്യം കൈവരിക്കുന്നതായി ഇന്ത്യയിൽ ആക്രമണം, ഭീകരപ്രവർത്തനങ്ങൾ, ക്രിമിനൽ ഗൂഢാലോചന ഇതൊക്കെ നടത്താനായി പണം ഉപയോഗിക്കുന്നു. ഈ പണം പുറത്തുനിന്നാണ് വരുന്നത്. ശരിയാണ്. ഞാൻ സൗദി അറേബ്യയിൽ 22 വർഷം നിന്നെന്നുള്ള ഒരു നിലയ്ക്ക് ഇവരുടെ ഈ അവിടെ അന്ന് STP PFI ഒന്നും അല്ല, പക്ഷേ ഇവരുടെ അവിടുത്തെ പ്രവർത്തനം പൊതുവിൽ ഏത് രീതിയിലാണ്, പ്രത്യേകിച്ച് മലബാർ ഏരിയ എന്നുള്ള ആൾക്കാരുടെ പ്രവർത്തനം ഏത് രീതിയിലാണ് വളരെ ഭംഗിയായിട്ട് എനിക്കറിയാം. കാര്യം ഇവരുടെ ആത്യന്തിക ലക്ഷ്യം ഇത് തന്നെയാണ്, ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയമില്ല. അത് ED പറയേണ്ട കാര്യം തന്നെ ഇല്ല. ഇവിടെ സാമാന്യ ബുദ്ധിയുള്ള ഏതൊരാളിനും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷെ പലരും ഈ അന്ധമായ രാഷ്ട്രീയ ഇത് വെച്ചിട്ട് പറയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ കുറച്ചു മുമ്പേ സംസാരിച്ച സ്കറിയ പറഞ്ഞ് ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത കാലമായിരുന്നു. പക്ഷെ ഇന്ത്യയുടെ അത്രയും വിഭവ സമാഹരണ ശേഷിയുള്ള ഒരു രാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ ഇച്ഛാശക്തിയുള്ള ഒരു ഭരണകൂടമായിരുന്നുവെങ്കിൽ ഇന്ന് കാണുന്നതിന്റെ 3 മടങ്ങെങ്കിലും മുമ്പിൽ എത്തേണ്ടതായിരുന്നു. പക്ഷെ 60 വർഷം തുടർച്ചയായിട്ട് ഭരിച്ചിട്ടും അത് അന്നത്തെ ഭരണകൂടങ്ങൾ തുടർച്ചയായിട്ട് വന്ന് അവരുടെ പിൻഗാമികൾ വന്നവർക്ക് ആർക്കും അത് അത് ഭരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ ചൈനയെക്കാളും ഒക്കെ എത്രയോ മുമ്പ് ഇപ്പൊ നമുക്ക് വേണ്ടെന്ന് പറഞ്ഞു. ഈ നമ്മുടെ ഭാഗം പാകിസ്ഥാൻ കൊടുത്തു. പാകിസ്ഥാന്റെ പട്ടാളക്കാരെ, നമ്മുടെ പട്ടാളക്കാരെ പാകിസ്ഥാൻ കൊന്നതിന് ഒരു കുഴപ്പമില്ല. പക്ഷെ പാകിസ്ഥാന്റെ പട്ടാളക്കാരെ നമ്മൾ തിരിച്ചു കൊടുത്ത്
അത് ഞാൻ അങ്ങനെ നമ്മൾ ചോദിക്കുന്നത് ഒരുപാട് ശ്രീ കെ ജി കുമാർ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. കേൾക്കുന്നുണ്ടോ? അതിന്റെ ഫലമാണ് ഇത്. കെ ജി പക്ഷേ കുമാർ, ഇത്രയും ഞാൻ പറയുന്നത് വിഭവസമാഹരണ കേൾക്കുന്നുണ്ടോ? ശേഷിയുള്ള ഒരു രാജ്യത്ത് കൈവരിക്കാൻ എനിക്ക് കഴിയുന്ന തോന്നുന്നത് പുരോഗതി ഞാൻ പറയുന്നത് അങ്ങോട്ട് ഒരിക്കലും കേൾക്കുന്നില്ല എന്ന് ഉണ്ടായിട്ടില്ല. കാര്യം മറ്റ് തോന്നുന്നു. ചൈനയൊക്കെ ബിനോയ് ഹലോ, നമസ്കാരം. നിങ്ങൾക്കെതിരെയുള്ള വലിയ വിമർശനം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഞാൻ കുറെ കൂടി മുന്നോട്ട് പോകേണ്ടതാണെന്നാണ് കെ ജി കുമാർ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം BJP കാരനാണോന്ന് എനിക്ക് സംശയമുണ്ട്. കോട്ടെ, ഇപ്പം കേൾക്കുന്നില്ലായിരുന്നു ചോദിച്ചപ്പോൾ. എന്താണ് ശ്രീ ബിനോയ്, ഇത് SDPI വലിയ പ്രശ്നമാണെന്നാണ് ED പറയുന്നത്. അങ്ങനെ ഭയക്കേണ്ടതുണ്ടോ? കോൺഗ്രസ് ചില നീക്കുപോക്കുകളൊക്കെ നടത്തുന്നുണ്ട്. നേരത്തെ CPM നടത്തിയിരുന്നു അല്ലേ? അല്ല, എവിടെ SDPI നീക്കുപോക്ക് നടക്കുന്നത്? ഏതെങ്കിലും ഒരു സ്ഥലം പറയാൻ പറ്റുമോ മനു? ഇല്ലേ, താല്പര്യമൊന്നുമില്ല. അല്ല, എവിടെങ്കിലും ഒരു സ്ഥലം പറയാൻ പറ്റുമോ? ഇപ്പൊ എനിക്ക് മുമ്പ് പറഞ്ഞ ആള് അല്ല, പാലക്കാടിലൊക്കെ അവരുടെ വോട്ട് കിട്ടിയാൽ കൊള്ളാമെന്ന് നിങ്ങൾ പറഞ്ഞു, ഞാൻ കേട്ടോ. അതുകൊണ്ട് അല്ലല്ല, അങ്ങനല്ല. ഞങ്ങൾ അന്നും ഇന്നും നിലപാട് പറയുന്ന ആര് വോട്ട് ചെയ്ത് തന്നാലും ഞങ്ങളത് സ്വീകരിക്കും, ആര് വോട്ട് ചെയ്താലും സ്വീകരിക്കും എന്ന് ഞങ്ങൾ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അവരുടെ അടുത്ത് പോയി ഉപാധികൾ വെച്ച് അയ്യോ നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം, നിങ്ങളെല്ലാത്തിനും ഞങ്ങൾ സഹായിക്കാം, അങ്ങനല്ല ഞങ്ങൾ പറഞ്ഞു. ആര് ജനാധിപത്യ മതേതരത്വ പ്രസ്ഥാനത്തിന് വോട്ട് ചെയ്താലും ആ ജനാധിപത്യ വോട്ട് ഞങ്ങൾ സ്വീകരിക്കും എന്ന് പറഞ്ഞു. രണ്ടാമത് ഇവിടെ ഒരു സഹോദരൻ പറഞ്ഞു സൗദി അറേബ്യയിൽ നിന്നൊക്കെ PFIക്ക് SDPIക്ക്. ഞാനും സൗദി അറേബ്യയായിട്ട് കണക്ട് ചെയ്ത് ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ സൗദി അറേബ്യയിൽ നല്ല കണക്ട് ചെയ്ത് ബിസിനസ് ചെയ്യുന്ന ആളാണ്. അങ്ങനെ ഒരു നീക്കുപോക്ക് സൗദി അറേബ്യയിൽ ഞാൻ കണ്ടിട്ടില്ല. മാത്രമല്ല, ഇന്ത്യയുമായി അടുത്ത ബന്ധമുള്ളൊരു രാജ്യമാണ്. പ്രധാനമന്ത്രിക്ക് വളരെ അടുപ്പം അങ്ങോട്ട് വയ്ക്കുന്നു, അവരിങ്ങോട്ട് സഹായിക്കുന്നു. നമ്മളുമായി ഒരു സൗഹൃദ രാജ്യം എന്നല്ല. ചില വ്യക്തികൾ എന്തെങ്കിലും ചെയ്യുന്നോ എനിക്കറിയില്ല. അല്ല, സൗദി അറേബ്യ അല്ല, അങ്ങനെ ഒരു സംഭവം ഇല്ല. സത്യത്തിൽ അവിടെയെല്ലാം കോൺഗ്രസും അത് കണക്ക് തന്നെ ലീഗിന്റെയും ഞങ്ങളുടെയും ഒക്കെ സംഘടനകൾ എല്ലായിടത്തും ഉണ്ട്, CPM-ന്റെതും ഉണ്ട്. പക്ഷെ ഞങ്ങളുടെ OICC എല്ലായിടത്തും കൃത്യമായി നല്ല കണക്ക് പ്രവർത്തിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ഫണ്ട് തരുന്നു. പിന്നെ എല്ലാ അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇത് ഇപ്പം ഇവർ പറയുന്നത് പോലെ ഇത് RSS പിന്നെ അല്ലെങ്കിൽ BJP പകപോക്കുകയാണ് ദേശീയ ഏജൻസികൾ ഉപയോഗിച്ചെന്ന് പറയുന്ന വാദത്തിൽ കഴമ്പുണ്ടോ? അത് തന്നെയാണല്ലോ മനു, കഴമ്പ് അത് തന്നെയാണല്ലോ. അത് സാമാന്യം 3 നേരം ഭക്ഷണം കഴിക്കുന്ന ആർക്കും അറിയാലോ. അത് തന്നെയാണ് BJP ഇപ്പൊ ചെയ്യാൻ പോകുന്നത്. ബ്രിട്ടീഷുകാർ ചെയ്തത് കണക്ക് തമ്മിലടിപ്പിക്കുക. ആ തമ്മിലടിപ്പിച്ചുകൊണ്ട് അവർ ഭരിക്കുക. അവർക്ക് ഇഷ്ടമില്ലാത്തവരെ എല്ലാവരെയും ഒതുക്കാൻ വേണ്ടി ED-യെ വിടും, CBI-യെ വിടും, കേന്ദ്ര ഗവൺമെന്റ് പല വകുപ്പുകളിലുള്ളവരെയും വിടും. അത് മാത്രമായിട്ടേ കാണുന്നുള്ളൂ. അല്ലാതെ ഇത് ചിലപ്പോ PFI ഉണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു. SDPI-യിൽ നിന്നും സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്നാണ് അവർ പറയുന്നത് ഇപ്പം. അപ്പോ അവർക്ക് അങ്ങനെ ഒരു ഈ ഇതായിട്ടുള്ള അവര് RSS-നെ നിരോധിക്കുകയാണെങ്കിൽ അവരെയും നിരോധിക്കുക, BJP-യെ നിരോധിക്കുകയാണെങ്കിൽ അവരെയും നിരോധിക്കുക. അല്ലാതെ പ്രേക്ഷകർ കാത്തു നിൽക്കുന്നതുകൊണ്ടാണ്. അപ്പൊ ബിനോയ് ചേട്ടന് സതീശൻ പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമി ഇപ്പൊ നന്നായി എന്നാണോ എന്ന് ഒരു കമന്റ് ചോദിക്കുന്നു. ജമാഅത്തെ ഇപ്പം നന്നായോ എന്ന് ചോദിക്കുന്നു. നിങ്ങളോടാ ചോദിക്കുന്നത് ബിനോയ്. ശരി, പോട്ടെ, എനിക്ക് അവന് ടെലിഫോൺ ലൈൻ കട്ടായി. പ്രസന്നൻ മാളയിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ പ്രസന്നൻ, നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഈ ദുരിതാശ്വാസ സാമൂഹിക പ്രവർത്തനങ്ങൾ എന്ന പേരിൽ പണം പിരിക്കുകയാണോ അതോ ഇസ്ലാമിക രാജ്യത്തിന് വേണ്ടിയുള്ള പണപ്പിരിവാണോ നടന്നത്? സാർ, അതെ, ഈ ഭീകരവാദം എന്നൊരു സംഭവം നമ്മുടെ ഭൂമിയിൽ പല സ്ഥലത്തും പല പേരിട്ടും വിളിക്കുന്നുണ്ട്, അത് നടക്കുന്നുണ്ടെന്നുള്ളത് ഒരു ശരിയായ വസ്തുത. അതിന് ഈ മുസ്ലിമുമായിട്ട് വലിയ ബന്ധം എന്ന് പറയാൻ പറ്റില്ല നമുക്ക് ശരിക്കും പറഞ്ഞാൽ. കാരണം മുസ്ലിം രാഷ്ട്രങ്ങളൊക്കെ വളരെയധികം മാറി. പക്ഷെ നമ്മുടെ രാജ്യത്തെ ഒരു ചെറിയ ന്യൂനപക്ഷമെങ്കിലും, ചെറിയ ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷം ചെറിയ രീതിയിൽ, അതായത് കുറച്ച് ഇതിലൊക്കെ ആകർഷകരാകുന്നുണ്ടെന്നാണ് അല്ലേ? അതെ, അതൊരു സത്യമായ കാര്യമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഇതിന് മുസ്ലിം എന്ന് പേരിട്ട്, മുസ്ലിം വിരോധം എന്നുള്ള പേരിട്ട് വിളിച്ച് രക്ഷപ്പെടാൻ ആരും ശ്രമിക്കണ്ട. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ മുസ്ലിം രാഷ്ട്രങ്ങളുടെ അവരുടെ വിദേശ നയങ്ങൾ, അവരുടെ ചിന്തകൾ, അവരുടെ പ്രവർത്തനങ്ങൾ ഇതൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവരൊക്കെ വളരെ മാറി. പഴയ പോലെയല്ല, പണ്ടത്തെ പോലെയല്ല. ഇന്ന് പല രാജ്യങ്ങളും ഇപ്പൊ ഇസ്രായേലായിട്ട് ബന്ധപ്പെടാനും നയതന്ത്ര ബന്ധങ്ങൾ സ്ഥാപിക്കാനും എംബസികൾ സ്ഥാപിക്കാനും മുന്നോട്ട് വന്നു. അതൊക്കെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവരും അമേരിക്കയായിട്ട് നല്ല ബന്ധം, അമേരിക്കയ്ക്കൊക്കെ ഇവരുടെ രാജ്യങ്ങളിൽ നല്ല എന്താ പറയാ സ്വാധീനം ഉണ്ട്. അപ്പൊ ഇതിന് ഒരു അങ്ങനെയല്ല. ഇപ്പൊ ഗൾഫ് രാജ്യങ്ങളൊക്കെ വളരെയധികം മാറി. പിന്നെ കുറച്ച് വിഭാഗം ആളുകൾ നമ്മുടെ നാട്ടിലേക്ക് പൈസ അയക്കുന്നുണ്ട്. ഇതൊക്കെ പലതും നമുക്കിപ്പോ തുറന്നു പറയാൻ പാടില്ല ഈ പൊതുവരി കൂടെ.
അതൊക്കെ ഒരു ചെറിയ ശതമാനം, വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു ശതമാനം എങ്കിലും ആ രീതിയിൽ നമ്മുടെ ശരി, നമ്മുടെ സമയം ഇങ്ങനെ നീണ്ടുപോകുന്നതുകൊണ്ടാണ് ശ്രീ രാജൻ തിരുവല്ലയിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നത്. ശ്രീ രാജൻ, ചുരുങ്ങിയ വാക്കുകളിൽ. നമസ്കാരം. നമസ്കാരം. ഈ ലോകത്ത് 2ാം സ്ഥാനവും ആ മുസ്ലിങ്ങൾ ഇന്ത്യയിൽ വളരെ സുഖമായിട്ട് ജീവിക്കുന്നു. വെച്ചാൽ ഗൾഫ് രാജ്യങ്ങളെ പോലെ അങ്ങ് കോടീശ്വരന്മാരല്ല എങ്കിലും അവർക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ സുഖമായിട്ട് ജീവിക്കുന്നു. എന്നാൽ ഇതിപ്പോ ഈ അടുത്തിടയ്ക്ക് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന മാലി ദ്വീപല്ല, മാലി, പിന്നെ ആ സ്ഥലത്ത് ഇപ്പം അവിടെ കുറെ ക്രിസ്ത്യാനികളാണ് ജീവിക്കുന്നത്. അവിടുത്തെ ബോറോ ഹരാമോ അങ്ങനെയുള്ള പിന്നെ ഉഗ്രവാദികള് അവരുടെ എണ്ണയും അതൊക്കെ തടഞ്ഞു വെച്ച് അവർക്ക് പോകുന്ന ആഹാര സാധനങ്ങളൊക്കെ തടഞ്ഞ് അവരെ പട്ടിണിയിട്ടേക്കുക. എന്നിട്ട് ഇനി വരും കാലങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാം അവിടെ പിടിച്ചെടുത്തെന്ന്. അപ്പൊ ഈ മുസ്ലിം അപ്പൊ നമ്മുടെ പാകിസ്ഥാനിൽ നോക്ക്, അവരെ തമ്മിൽ തല്ല. ഇന്ത്യയിലാകുന്ന ആ കുഴപ്പമില്ല. അപ്പൊ ഈ ഒരു ചെറുവിഭാഗം മുസ്ലിം തീവ്രവാദികളുണ്ട്. മുസ്ലിങ്ങളാണ് ഏറ്റവും കൂടുതൽ തമ്മിൽ തല്ലി മരിക്കുന്നത്. ഇപ്പം ഒരു ചെറുഭാഗം മുസ്ലിങ്ങളുണ്ട്, അവരിങ്ങനെ ഉഗ്രവാദിത്വം കൊണ്ട് ഇങ്ങനെ നടക്കുക, അവരിങ്ങനെ രാജ്യങ്ങൾ പിടിച്ചെടുക്കുക. ഈ ഗൾഫ് കൺട്രിയിലൊക്കെ ഇല്ലാത്തതിന്റെ കാരണം അവിടെ മുസ്ലിങ്ങളെ ഉള്ളൂ. അപ്പൊ മുസ്ലിങ്ങളല്ലാത്ത മറ്റു മതക്കാരെ അടിച്ചു തകർത്ത് അവരുടെ രാജ്യം അവരുടേതാക്കി മാറ്റുക, അങ്ങനെ ഒരു ചിന്തയാ. അപ്പൊ നമ്മളിപ്പോഴേ ചിന്തിച്ചില്ലെങ്കിൽ 35-40% ആയി കഴിയുമ്പോൾ ഇവര് ഇന്ത്യയും മുസ്ലിം രാഷ്ട്രമാക്കി മാറ്റും. കാര്യം നമ്മളെ എളുപ്പം അടിക്കാൻ, മറ്റുള്ളവരെ അടിച്ച് കൊല്ലാൻ എളുപ്പമാണ്. അപ്പൊ ആ ഒരു ഇത് ഉണ്ട്. ഇത് വളരെ അത്യാവശ്യം, അവരെ നിയന്ത്രിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. വലിയ ആശങ്കയാണ് ശ്രീ രാജനുള്ളത്. ഓക്കെ, ഏതായാലും ശ്രീമതി സബീന എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീമതി സബീന, വലിയൊരു ആശങ്ക ഇപ്പോൾ ഒരാൾ പങ്കുവെക്കുകയാണ്. ഇത് ജനസംഖ്യ കൂടിയാൽ വലിയ അടിച്ചൊതുക്കിക്കളയും, അതുകൊണ്ട് നമ്മൾ ആശങ്കപ്പെടണം എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയൊക്കെ ആശങ്കപ്പെടേണ്ടതുണ്ടോ? എന്താണ് മനു, ഇവിടെ ഭയങ്കര മഴയാണ് കേട്ടോ, അതുകൊണ്ട് വോയിസ് ഒക്കെ കുറച്ച് ലോ ആയിട്ടാണ് കേൾക്കുന്നത്. എന്നാലും പറയാം, എന്താശങ്കയാണ് ഇവിടെ. ഒരു PFI അത് നിരോധിച്ച ഒരു സംഘടനയാണ് SDPI. ഇതൊക്കെ വളരെ എന്താണ് നമ്മള് ലോക്കൽ ലാംഗ്വേജ് പറഞ്ഞ ഒരു തുക്കട സംഘടനകളൊക്കെ വിചാരിച്ചാല് ഇന്ത്യ പോലുള്ള ഇത്രയും വലിയൊരു മതേതരത്വമുള്ള ഒരു ഡെമോക്രാറ്റിക് കൺട്രി ഇതിനെയൊക്കെ ഇവരങ്ങ് അടിച്ചൊതുക്കി ഇവരൊക്കെ അങ്ങ് ഭരിക്കും, അല്ലെങ്കിൽ പിടിച്ചടക്കും എന്നൊക്കെ പറഞ്ഞാല് നമ്മുടെ ഇപ്പൊ ഭരിക്കുന്ന ഗവൺമെന്റിനും ഇപ്പൊ ഉള്ള ജനങ്ങൾക്കും ഒക്കെ എന്താണ് അത്ര കഴിവില്ലാത്തവരാണോ ഇവരെയൊക്കെ ഇങ്ങനെ ഇവരെയൊക്കെ എൻകറേജ് ചെയ്ത് ഇപ്പൊ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇത്രയും കാലമായില്ല. അന്ന് തൊട്ട് ഈ ഹിന്ദുക്കളും മുസ്ലിംസും ഒക്കെ തമ്മിലുള്ള വല്ലാത്തൊരു എന്താണ് പിന്നെ അഭിപ്രായ വ്യത്യാസം അന്ന് മുതൽ തുടരുന്നു. എന്ന് വെച്ചിട്ട് ഇന്ന് ഈ കാലത്തും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നല്ലാതെ അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഇന്ത്യക്കകത്ത് ഉള്ളതായിട്ട് ഭയങ്കരമായിട്ട് വലിയ ലഹളയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉള്ളതായിട്ടോ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരിക്കും. ഇന്ത്യ നമ്മൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം നാളെ ഒരു സമയത്ത് ഈ ഒരു നിരോധിച്ച വളരെ ചെറിയ ഒരു 90% മുസ്ലിങ്ങൾ പോലും അതിനകത്ത് അനുകൂലിക്കാത്ത ഒരു ചെറിയ സംഘടന അത് ഇന്ത്യയൊക്കെ കയറി ഭരിക്കും, അവര് ബാക്കിയുള്ളവരെ എല്ലാരെയും അടിച്ചമർത്തും എന്നൊക്കെ പറഞ്ഞാല് ഇതൊക്കെ ഭയങ്കര എന്താണ് എക്സോർബിറ്റന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാവില്ല. നമ്മളൊക്കെ എന്തിനാണ് അങ്ങനെ ഭയക്കുന്നത്? ഒരു മാവോയിസ്റ്റുകൾ വിചാരിച്ചാൽ ഇവിടെ ഇന്ത്യ പിടിച്ചടക്കാൻ പറ്റും എന്ന് പറയും പോലെ ആയിപ്പോയി അതൊക്കെ. ഇതൊക്കെ ഒട്ടും നാമമാത്രമായിട്ടുള്ള കുറച്ച് ആൾക്കാർ, അതിന്റെ എന്താണ് മുസ്ലിങ്ങൾ ആരും തന്നെ അതിനെ അനുകൂലിക്കുന്നവർ വളരെ ചുരുക്കമാണ്. അത് എന്താണ് ഇലക്ഷൻ പർപ്പസിന് വേണ്ടിയിട്ട് അവരൊരു സംഘടന ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ അവരിവിടെ എന്തൊക്കെയോ ഉണ്ടെന്നൊക്കെ കാണിക്കുന്ന ചെറിയ ചെറിയ അവിടെ ഇവിടെ ഇവരെയൊക്കെ വളർത്തുന്നത് ആരാണ്? ഭരിക്കുന്ന പാർട്ടികൾ തന്നെയാണ്. ഈ ഭരിക്കുന്ന പാർട്ടികൾ വിചാരിച്ച ഇവരെ മൊത്തത്തിൽ ഇല്ലായ്മ ചെയ്യാനൊക്കെ ഈസി ആയിട്ട് പറ്റും. കാരണം അവർക്ക് അത്രയും വാല്യൂ ഉള്ളൂ. ഇപ്പൊ ഇതിന്റെ പേരിൽ എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട് മനു, കുറച്ച് എനിക്ക് 1-2 മിനിറ്റ് കൂടെ തരണം പ്ലീസ്. കാരണം ഞാൻ എന്തെങ്കിലും അഭിപ്രായം പറയുന്നതിന് അതിന്റെ താഴെ വന്നിട്ട് ചില ആൾക്കാരൊക്കെ ഇതേതാ ഈ സ്ത്രീ ഇങ്ങനെ വിവരക്കേടൊക്കെ പറയുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ കണ്ടു. ഇനിയിപ്പോ അത് എന്റെ മതത്തിന്റെ പ്രശ്നമാണോ, ഇനി ഞാൻ സ്ത്രീ ആയതുകൊണ്ടാണോ എന്നൊന്നും എനിക്കറിയില്ല. ശ്രീമതി സബീന, നമ്മൾ ഈ പൊതു രംഗത്തേക്ക് അല്ലെങ്കിൽ പൊതുവായ അഭിപ്രായങ്ങൾ ഉയർത്തുമ്പോൾ പലതരത്തിലെ ആളുകളുണ്ടല്ലോ, അവർ ചിലർ വിമർശിക്കും. നമ്മൾ നല്ല വിമർശനങ്ങളെ മാത്രം ഉൾക്കൊള്ളുക, മറ്റേതിനെ ശ്രദ്ധിക്കാതിരിക്കുക എന്നുള്ളതാണ് അതിൽ ഒരു കാര്യം എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്. ഞാൻ എന്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ ചില കാര്യങ്ങൾ പറയുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ അതിനെ ന്യൂസ് 18 അതിന് ഏറ്റവും അധികം പ്രാധാന്യം നൽകുന്നത്. ആ എക്സ്പീരിയൻസിന്റെയും അനുഭവ പരിചയത്തിന്റെയും ഒക്കെ വെളിച്ചത്തിലാണ്. അപ്പൊ അതിൽ ഏതെങ്കിലും പേര് വ്യക്തമാക്കാത്ത ആരെങ്കിലും വന്ന് എന്തെങ്കിലും കമന്റ് ഇട്ടു എന്ന് കരുതി അത് കണ്ട് നിരാശപ്പെടുകയോ അസ്വസ്ഥയാകുകയോ വേണ്ട. അത് പൊതുനിരത്തിൽ അഭിപ്രായം പറയുന്ന ആളുകൾക്ക് നേരെ ഇത്തരം കല്ലേറുകളൊക്കെ ഉണ്ടാകും.
അത് കുറെ കഴിയുമ്പോൾ അവർ വായടച്ച് പൊക്കോളും എന്നതാണ്. കാരണം എനിക്കതിൽ എനിക്ക് വളരെ ഇത് സങ്കടം തോന്നി, പറയാനുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാല്, മനു അത് കേൾക്കണം. എന്താ വെച്ചാൽ ഞാൻ എന്റെ എക്സ്പീരിയൻസിൽ നിന്ന് പറഞ്ഞൊരു കാര്യമാണ്. ഞാൻ കാസർഗോഡ്, ഞാനത് ഒരു വിഷയം സ്പെസിഫിക് ആയിട്ട് പറയേണ്ടെന്ന് വിചാരിച്ചതാണ് പല അവസരങ്ങളിലും പറയാത്തത്. ഞാൻ കാസർഗോഡ് ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോജക്ടിന്റെ DPR പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കാസർഗോഡിൽ ഒരു ഡെപ്യൂട്ടേഷൻ വൈസിൽ ഞാൻ പോയ സമയത്ത് എനിക്ക് ഗവൺമെന്റിന്റെ അക്കോമഡേഷൻ അന്ന് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഒരു പ്രൈവറ്റ് അക്കോമഡേഷൻ എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ഡേ ഞാൻ പോകുമ്പോൾ എനിക്ക് തരാമെന്ന് പറഞ്ഞ വ്യക്തി പിറ്റേ ദിവസം ഞാൻ പോയപ്പോൾ പറഞ്ഞു എന്റെ പേര് കേട്ടപ്പോൾ തരത്തില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു മുസ്ലിം ആയതുകൊണ്ട് ഞാൻ തരത്തില്ല. ഞാൻ പറഞ്ഞു ഇന്നലെ വന്നപ്പോൾ നിങ്ങൾ തരാമെന്ന് പറഞ്ഞില്ലേ. അല്ല, നിങ്ങളെ കണ്ടപ്പോൾ എനിക്ക് മുസ്ലിമായിട്ട് ഇന്നലെ തോന്നിയില്ല. അപ്പൊ ഞാൻ ചോദിച്ചു എന്നെ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നിയത്? അത് നിങ്ങളെ കണ്ടപ്പോൾ ഞാനൊരു നായർ സ്ത്രീ എന്നാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ തരാൻ വന്നത്. ഇപ്പൊ ഇന്ന് നിങ്ങളുടെ പേരും നിങ്ങളുടെ ഹസ്ബൻഡിന്റെ പേരും കേട്ടപ്പോഴാണ് അറിയുന്നത്. സോറി, വേറൊന്നും കൊണ്ടല്ല, ഞങ്ങള് മുസ്ലിങ്ങൾക്ക് ഇത് കൊടുക്കത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ ഈ കാസർഗോഡിന്റെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എൻഡോസൾഫാന്റെ ഏരിയയും അങ്ങനെയൊക്കെ കാസർഗോഡ് ധാരാളം മുസ്ലിം വിഭാഗത്തിലുള്ള ആളുകളുള്ള ഒരു സ്ഥലമല്ലേ അവിടെ. അതുകൊണ്ടാ ഞാൻ പറയുന്നത് മനു, നമ്മളുടെ എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ ഈ കാണുന്നത് പോലെയല്ല നമ്മൾ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോ, നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന നമുക്ക് അത് എനിക്ക് വളരെ സെബീന ചോദിച്ചില്ലേ എന്തുകൊണ്ടാണ് ഈ ഇത് നായർ റിസർവേഷൻ ഉള്ളത്, ഈ ഹോം സ്റ്റേ ആണോ എന്തായെന്ന് എനിക്കറിയില്ല. എന്തായാലും ആ സ്ഥലങ്ങളിലൊക്കെ നായർ റിസർവേഷൻ വരാനുള്ള കാരണം എന്താണെന്ന് അന്വേഷിച്ചോ? അങ്ങനെ ഞാനത് അന്വേഷിച്ചു. കാരണം അവർ പറഞ്ഞു, എനിക്ക് പ്രത്യേകിച്ച് പറയാൻ, ഞാൻ ചോദിച്ചാൽ അവർക്ക് ഒന്നും പറയാനില്ല. അവർ ഞങ്ങൾ ഈ ഏരിയയിൽ ഞങ്ങളത് മുസ്ലിംസിന് ഞങ്ങൾ കൊടുക്കത്തില്ല മാഡം, നിങ്ങൾ വേറെ ഒന്നും നിങ്ങളെ അത് അങ്ങനെ നിങ്ങളെ ഞങ്ങൾ വേറൊരു തരത്തിൽ കണ്ടിട്ടല്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു എനിക്ക് റീസൺ അറിയണമല്ലോ. നിങ്ങൾ ഞാൻ ഇന്ത്യ ഗവൺമെന്റിനെ റെപ്രസെന്റ് ചെയ്ത് വന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഞാനിത് കാസർഗോഡിന്റെ വളരെ ഉന്നമനത്തിനുള്ള ഒരു പ്രോജക്ടിന്റെ സെൻട്രൽ ഗവൺമെന്റിൽ സബ്മിറ്റ് ചെയ്യേണ്ട ഒരു DPRന്റെ പ്രിപ്പറേഷനായിട്ട് വന്നത് എനിക്ക് പല അവിടുത്തെ ഗവൺമെന്റ് ബോഡീസുമായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് ഒരുപാട് വിവരങ്ങൾ എടുക്കാനും. അന്ന് എന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് കേരളമല്ല, ഞാൻ കേരളത്തിന് പുറത്തുനിന്നാ വരുന്നത്. ഞാൻ തിരുവനന്തപുരത്തുള്ള ആളാണെങ്കിൽ എന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് കേരളമല്ല. അപ്പൊ ഞാൻ വന്നിട്ട് എനിക്ക് അവിടെ പിറ്റേ ദിവസം എനിക്ക് അക്കോമഡേഷൻ കിട്ടുകയും ചെയ്തു, എന്റെ ഹസ്ബൻഡ് പോവുകയും ചെയ്തു. അപ്പോ ഞാൻ അവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പൊ പിന്നെ എന്ത് ചെയ്തു? അപ്പൊ ഞാൻ എന്റെ സീനിയർ ഓഫീസറോട് പറഞ്ഞു, പുള്ളി വന്നു. അദ്ദേഹം നമ്മുടെ കൺട്രോളിംഗ് ഓഫീസർ കളക്ടറായിരുന്നു. അപ്പൊ അദ്ദേഹം ചോദിക്കുന്നു എന്താണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ പേരിൽ എഗ്രിമെന്റ് എഴുതിയിട്ടാ ഞാൻ അവിടെ, എനിക്ക് നിർബന്ധമായിരുന്നു. അല്ല, പക്ഷേ ഞാൻ ചോദിക്കുന്നത് അതിനപ്പുറത്തേക്ക് ഇത് എന്തുകൊണ്ടാണ് എന്താണ് ശ്രീമതി സെബീന കരുതുന്നത്? എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ അവർ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത്? ജാതി ചിന്തയാണ്? ഇതിൽ ഒന്നുമില്ല മനു. സങ്കുചിതമായിട്ടുള്ള അവരുടെ ഒരു പ്രീ ഡിസൈഡഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് മാത്രമാണ്. ഞങ്ങൾ മുസ്ലിംസിനെ അക്സെപ്റ്റ് ചെയ്യത്തില്ല. കുറെ പേര് പറയുന്നു ഞങ്ങൾ ഹിന്ദുക്കളെ അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഈ അക്സെപ്റ്റൻസ് ഇല്ലാത്തതിന്റെ കാരണം അവരോട് ചോദിച്ചു നോക്കൂ. അവർക്ക് എക്സാക്ട്ലി ഒരു റീസൺ പറയാനുണ്ടാവില്ല. ഞങ്ങൾ ഇങ്ങനെയാണ് എന്നുള്ളത് മാത്രമാണ് അതിന്റെ ഒരുപാട്. ഇത് ഒന്നല്ല മനു, എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് അന്ന് ഞാൻ ഇവിടെ ഒരു മുസ്ലിം വിരുദ്ധതയുണ്ട്, അല്ലെങ്കിൽ ഈ മതങ്ങൾക്ക് തമ്മിൽ കാരണമില്ലാത്ത ഒരു മൈൻഡ് സെറ്റ് അവർക്ക്, ഈ ഒരു വൈരാഗ്യത്തിന് കാരണമില്ലാത്ത ഒരു മൈൻഡ് സെറ്റാണ് അവർക്കുള്ളത്. അവർക്ക് എക്സാക്ട്ലി പറയാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒരു രാഷ്ട്രീയ കാരണങ്ങൾ പറയും. പക്ഷെ അവർക്ക് ഒരു മതത്തിനെ എതിർക്കാൻ വേണ്ടിയിട്ട് അത് എക്സോറോയി. ഇതിപ്പോ ഞാനൊരു മുസ്ലിമായി, എന്റെ പേര് മുസ്ലിം ആയതുകൊണ്ട് ഈ ബാക്കിയുള്ള സമുദായത്തിലുള്ളവർ എന്നെ എതിർക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം ഞാനൊരു മുസ്ലിമിന്റെ ഒരു അപ്പിയറൻസ് വെച്ച് നടക്കുന്ന ഒരാൾ പോലും അല്ല. എന്നെ കണ്ടാലും ഞാൻ എന്നെ കണ്ട ഒരിക്കലും തോന്നത്തില്ല. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് നിങ്ങളെ ഞാനൊരു നായർ സ്ത്രീ എന്നാണ് വിചാരിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തരാമെന്ന് പറഞ്ഞത്. അപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് നമ്മൾ പോയിരിക്കുന്ന പർപ്പസ് എന്താണ്, അവരുടെ തന്നെ രാജ്യത്തിന്റെ ഒരു പുരോഗമന കാര്യത്തിനാണ് പോകുന്നത്. നമ്മുടെ സർക്കാരാണ് അത് ഡെപ്യൂട്ടി ചെയ്യുന്നത്. പക്ഷെ അവിടെയും നോക്കുകയാണ് മതം നോക്കി. ശരി, അതെ, അത് എനിക്ക് വളരെ ഒരു മോശം എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ ഇപ്പോഴും ആൾക്കാര് നിങ്ങളുടെ മതം ഇതല്ലേ, അപ്പൊ നിങ്ങൾ ഇങ്ങനെയാണോ, നിങ്ങൾ മറ്റേ തീവ്രവാദിയാണോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ ഇതൊരു പൊതുവേദിയാണ്. ഇവിടെ ഈ പറയുന്ന ആൾക്കാർക്ക് ഫേക്ക് ഐഡിയ ആണ്. അവർക്ക് ധൈര്യമുണ്ടെങ്കിൽ അവരവരുടെ ഒറിജിനൽ ഐഡിയയിൽ വന്നിട്ട്, ഒറിജിനൽ നെയിമിൽ വന്നിട്ട്, ഈ പൊതുവേദിയിൽ വന്നിട്ട്, ഈ ചാനലിൽ വന്നിട്ട് അവർ റെസ്പോണ്ട് ചെയ്യുക. അതൊരു വെല്ലുവിളിയാണ്. അതാണ് യഥാർത്ഥമായ ഒരു നിലപാട്. ഞാൻ ഇന്ത്യയിൽ മൊത്തം യാത്ര ചെയ്തത്. ഞാനൊന്നും ഇന്നുവരെ ജീവിതത്തിൽ ആരെയും ഭയപ്പെട്ടിട്ടുള്ള വ്യക്തിയൊന്നുമല്ല.
എവിടെയും നന്നായിട്ട് ഈവൻ മിനിസ്റ്റേഴ്സിന്റെ കൂടെ ആയാലും എവിടെയാണെങ്കിലും നന്നായിട്ടൊന്ന് സംസാരിക്കുകയും നന്നായിട്ട് ഡീൽ ചെയ്യുകയൊക്കെ ചെയ്തിട്ട്, അതുപോലെ ഈ ഫേക്ക് ഐഡിയിൽ വന്നിട്ട് ഓലപ്പാമ്പ് കാണിച്ചാൽ പേടിക്കുകയോ അത് കേട്ടിട്ട് അങ്ങ് അപ്സെറ്റ് ആവുകയോ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. പക്ഷെ ഈ ഒരു ഇൻസിഡന്റ് നിങ്ങളുടെ ചാനലിന്റെ അണ്ടറിൽ വന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് തന്നെ ഇത് പറയുന്നത്. ഇതിനേക്കാളും അപ്പുറം സംസാരിക്കാൻ നമുക്കും അറിയാം. ഓക്കെ, കറക്റ്റ്. അപ്പോൾ അത് വളരെ ശക്തമായൊരു നിലപാടാണ്. അത് ഒരു കരുത്തുള്ള സ്ത്രീയുടെ നിലപാടാണ്. രാജ്യത്ത് പല പദവികൾ വഹിച്ച് അത് ഫലപ്രദമായി നടപ്പിലാക്കി നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി യത്നിച്ച ഒരു സ്ത്രീയുടെ നിലപാടാണ്. ആ നിലപാടിനെ ഫേക്ക് ഐ ഡി കൊണ്ട് തകർക്കാനാകില്ല എന്ന ആ വാക്ക് തന്നെ മതി അവരുടെ കരുത്ത് വ്യക്തമാകാൻ. അപ്പോൾ ജോർജ് എന്നോട് ചോദിക്കുന്നത് എല്ലാവർക്കും 2 മിനിറ്റ് കൊടുത്തു, ശ്രീമതി സബീനയ്ക്ക് എന്തുകൊണ്ടാണ് 30 മിനിറ്റ് കൊടുത്തതെന്ന്. അത് ഇത്തരം പ്രധാനപ്പെട്ട കാര്യങ്ങൾ പൊതുവേദി കുറേ കൂടെ ഗൗരവത്തിലെടുക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ്. ഇതുപോലെ പ്രസക്തയായ ഒരു വനിതയ്ക്കുണ്ടായ പ്രശ്നം നമ്മൾ ചർച്ച ചെയ്യുകയും പരിഹരിക്കുകയും വേണം, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ജയകുമാർ ശ്രീമതി സബീനയെ പിന്താങ്ങുന്നു, അവർ പറഞ്ഞത് ശരിയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ശ്രീ ബാലകൃഷ്ണൻ വടകര വരുന്നുണ്ട്. ശ്രീ ബാലകൃഷ്ണൻ വടകര. നമസ്കാരം. ശ്രീ ബാലകൃഷ്ണൻ വടകര, ഞാനിപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു തസ്തികയിലിരുന്ന ഒരു കേന്ദ്ര സർക്കാർ ജീവനക്കാരിയുടെ വാക്കുകൾ കേൾക്കുകയായിരുന്നു. ഈ മുസ്ലിങ്ങളെ ഇങ്ങനെ ഭയക്കുന്നു ആളുകൾ എന്നൊക്കെ പറയുന്നു, അവരെ പൊതുവേ തീവ്രവാദ മനോഭാവമുള്ളവരാണ് എന്ന് ആക്ഷേപിക്കാൻ ശ്രമിക്കുന്നു. അത് കാസർഗോഡ് പോലുള്ളൊരു സ്ഥലത്ത് വരുന്നു, കലക്ടർക്ക് ഇൻ്റർവ്യൂ ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മുടെ നാട്ടിലുണ്ടെന്ന് ഒരു വശത്ത് പറയുന്നു. മറുവശത്ത് ഇത് EDA പോലുള്ള സംഘടനകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ ഇത് വലിയ തീവ്രവാദ പ്രവർത്തനത്തിന് 131 കോടി രൂപ വരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇതിൽ വലിയ ആശങ്കകൾ ഉണ്ടാക്കുന്നുണ്ടോ ഇതൊക്കെ? സാർ നമസ്കാരം. നമസ്കാരം. ഞാൻ ആ സഹോദരിയോട് ബഹുമാനം നിലനിർത്തിക്കൊണ്ട് ചോദിക്കുവാണ്, താങ്കൾ ആ സ്ത്രീയോട് ആ പ്രദേശം എവിടെയാണ്, ആ അഡ്രസ് എവിടെയാണെന്ന് മേടിക്കണം. അദ്ദേഹത്തിന്റെ കൂടെ കലക്ടറും ഒക്കെ ഉണ്ടായിരുന്നാ പറഞ്ഞത്. അപ്പൊ ഈ കലക്ടർക്കൊന്ന് ഈ അനീതിക്കെതിരായിട്ട് നടപടി എടുത്തു എന്നാ പറഞ്ഞത്. അത് പിന്നെ സർക്കാരിന്റെ അണ്ടർടേക്കിംഗിൽ അവര് ചെയ്തെന്നാ പറയുന്നത്. അല്ല, അണ്ടർടേക്കിംഗിൽ നിന്ന് പറഞ്ഞാൽ പോരല്ല സാർ, അതെല്ലാം അറിയണ്ടേ, പബ്ലിക് അറിയണ്ടേ, മീഡിയകൾ വാർത്ത ചെയ്യേണ്ടത്, മീഡിയകൾ വാർത്ത ചെയ്യണത്. കാരണം ഒരു ഇന്ത്യൻ സിറ്റിസണിന് ഒരു സ്ഥലത്ത് റൂം കൊടുക്കില്ല, ഓൺലി മുസ്ലിംസ് കൊടുക്കില്ല എന്ന് പറയാ. ഇതെന്താ ഇത് സൗദി അറേബ്യയാണോ? ഇത് ഇന്ത്യ ജനാധിപത്യ രാജ്യത്താ, ജനാധിപത്യ ഗവൺമെന്റ് അവിടെ ഭരിക്കുന്നത്. ശരി, അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ സർക്കാർ അവിടെ ഭരിക്കുന്നത് ഇത് നിങ്ങൾ ഇത് പോകുന്ന സമയത്ത് ഈ സഹോദരി പോകുന്ന സമയത്ത് ഒരുപക്ഷെ ഈ ഗവൺമെന്റ് ആയിരിക്കില്ല. പക്ഷെ ഇപ്പോ നീതിക്ക് വേണ്ടി പ്രവർത്തിക്കും. ആ സഹോദരി പേരും സ്ഥലവും വെളിപ്പെടുത്തണം. എന്നാൽ ഞാൻ എന്റെ ഒരു അനുഭവം വെളിപ്പെടുത്തട്ടെ. സത്യസന്ധമായിട്ട് ആളെ തെളിവ് തരും. കോഴിക്കോട് എയർപോർട്ടിൽ എന്റെ ഒരു സുഹൃത്ത് പോയ ഒരു റംസാൻ കാലത്ത് പോയപ്പോ കണ്ണൂരിന്ന് ഒരു പാർട്ടി വന്നിരുന്നു. അവരുടെ കൂടെ ഗൾഫിൽ പോകുന്ന അദ്ദേഹത്തിന്റെ സുഹൃത്താണ്, ഈ ഗൾഫിലുള്ളവന്റെ സുഹൃത്താണ് കണ്ണൂരിലുള്ള, അദ്ദേഹത്തിന്റെ അച്ഛനും കൂടി വന്നതാണ്. അവിടുന്ന് ഒരു കടകളെല്ലാം അടച്ചിട്ട് കണ്ടപ്പോൾ ഒരു 2-3 ഗേങ് ഇരിക്കുമ്പോ അവരോട് ചോദിച്ചു, ചായ എവിടെ കിട്ടും, എവിടുന്നാ വരുന്നത് നിങ്ങൾ? ഇത് മലപ്പുറം ജില്ലയാ, റംസാൻ മാസാന്നാ പറഞ്ഞത്. ആ 2 കക്ഷികളും ജീവനുണ്ട്, കണ്ണൂരിലുള്ള ആളുണ്ട്, എന്റെ പ്രദേശത്തുള്ള ആളുണ്ട്. അപ്പൊ അമ്മാതിരി പ്രശ്നങ്ങൾ പറയുമ്പോൾ അങ്ങനെ പല സംഭവങ്ങൾ പറയാണ്ട് അതും പറയുന്നുണ്ട്. വിവരദോഷികൾ എന്ന് കണക്കാക്കാണ്. പക്ഷെ ഇത്രയും വലിയ ഉന്നതിയിലിരിക്കുന്ന ഈ മേഡം പറഞ്ഞത് സത്യമാണെങ്കിൽ അത് അവര് ശ്രീ ബാലകൃഷ്ണൻ അവരിപ്പോ അത് ഏതെങ്കിലും അങ്ങനെ അസഹിഷ്ണുത പ്രകടിപ്പിക്കണ്ട. ഇത് അവര് ഹിന്ദു വിഭാഗത്തിനെതിരെ മാത്രമല്ല ഇത് പറയുന്നത്, അങ്ങനെ മുസ്ലിങ്ങളും സമാനമായ രീതിയിൽ ചെയ്യുന്നുണ്ട് എന്നും അവർ പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു അനാവശ്യ ഭീതി അവര് പറയുന്ന രാഷ്ട്രീയ വിഷയത്തിന് വേറെ മറുപടി പറയാനുണ്ട്. അവര് പറഞ്ഞ ചെറിയ കലാപങ്ങളുണ്ട്, ചെറിയ കലാപങ്ങൾ ഉണ്ടാകുന്ന അത് വലുതാകുന്നതിനാണ് ഈ PFI പണ്ടൊക്കെ കണ്ടുകെട്ടുന്നത്. ഞാൻ അന്നേ സാറിനോട് പറഞ്ഞിട്ടില്ലേ, ഇതൊരു നിരീക്ഷണം വിഭാഗം ഇവരുടെ പിറകെ തന്നെ ഉണ്ട്. യാതൊരു വിഭാഗമായി ഇവർ വിചാരിക്കേണ്ട ഈ തീവ്രവാദി ഇന്ത്യയിൽ വെച്ചു കൊടുക്കുന്നു. പിന്നെ കോൺഗ്രസിന്റെ അവര് പറയുന്നത് എന്താണെന്നറിയാമോ ശ്രീ ബാലകൃഷ്ണൻ വടകര? അവർ പറയുന്നത് സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനും ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യാനും BJP നടത്തുന്ന ഗൂഢശ്രമങ്ങൾ തെളിവ് സഹിതം പുറത്തുവരും, സജീവ ചർച്ചയാകും. സാഹചര്യത്തിൽ അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് തിടുക്കപ്പെട്ട് ഈ കണ്ടുകെട്ടൽ നാടകം അരങ്ങേറിയത്. ഇതുകൊണ്ടൊന്നും വായടിപ്പിക്കാനോ നിശബ്ദമാക്കാമെന്നോ കരുതേണ്ട. ഫാഷിസത്തിന്റെ കുടില പദ്ധതികളെ തുറന്നു കാണിക്കുകയും അതിനെതിരെ പൗരസമൂഹത്തിൽ ബോധവൽക്കരണം നടത്തുകയും ചെയ്യും എന്നാണ് അവർ പറയുന്നത്. സാർ ഒരു സെക്കൻഡ് സമയം തരണം. ഇത് ജനാധിപത്യ രാജ്യമല്ലേ? അവരിവിടുത്തെ പിന്നെ ഭരണഘടനയെ അനുവദിച്ച ഇലക്ഷൻ കമ്മീഷൻ അനുവദിച്ച രാഷ്ട്രീയ പാർട്ടിയല്ലേ? അവർക്കും പ്രചരണം നടത്താലോ. അവർ പബ്ലിക്കിന്റെ മുമ്പിൽ വെക്കട്ടെ ഈ കമ്മിറ്റ്മെന്റ്. അവർ പബ്ലിക്കിന്റെ മുമ്പിൽ വെച്ചിട്ട് അവർക്ക് കമ്മിറ്റ്മെന്റ് കിട്ടുമോ നോക്കട്ടെ. അതിൽ ആരെതിർക്കുന്ന ഇവിടെ? പക്ഷെ ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക് ഒരു ഉത്തരവാദിത്തമുണ്ട്. ഇവരൊക്കെ പറയുന്നത് ചെറിയല്ലേ? ഒരു കോൺഗ്രസിന്റെ ബഹുമാന്യ പ്രവർത്തനം പറയുന്നത് കേട്ടു, ഇവർ ഈ SDPIയുടെ ഫണ്ട് കട്ടിയ EDയുടെ യാത്രയാണ്.
ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിക്ക് ഈ ആരോപണം ഉന്നയിക്കാനാവോ? അങ്ങനെയാണെങ്കിൽ നാളെ ഒരു അണുബോംബ് പൊട്ടിക്കണം ബീഹാറിൽ പോയിട്ട്. ശരി, എനിക്ക് ഒരു ചെറിയ ഇടവേള അനിവാര്യമായതുകൊണ്ടാണ്. ഏതായാലും ശ്രീ ബാലകൃഷ്ണൻ വടകര ഒരു ചെറിയ ഇടവേള എടുത്ത് ഞാൻ പെട്ടെന്ന് മടങ്ങി വരാം. ഷോർട്ട് ബ്രേക്ക്. യെസ്, പൊതുവേദി തുടരുകയാണ്. അപ്പോൾ നമ്മുടെ അടുത്ത പ്രേക്ഷകൻ ശ്രീ റഷീദ് കൊയിലാണ്ടിയാണ്. ശ്രീ റഷീദ് കൊയിലാണ്ടി മതേതര ജനാധിപത്യ വിശ്വാസിയാണ് എന്ന് എനിക്ക് ഉറക്കെ പറയാൻ കഴിയും. ശ്രീ റഷീദ് കൊയിലാണ്ടി പക്ഷേ ഈ വിഷയത്തിൽ ഇവർ പറയുന്നതിനോട് യോജിക്കുമോ? ഇത് BJPയുടെ ഒരു പകപോക്കൽ നടപടിയാണ് എന്ന് SDPI പറയുന്നതിനോട് യോജിക്കുമോ ശ്രീ റഷീദ് കൊയിലാണ്ടി? എനിക്ക് അതേക്കുറിച്ച് പറയാനുള്ളത്, മനു, ഈ STIP എന്ന് പറയുന്ന പാർട്ടി ഉണ്ടല്ലോ, കേരളത്തിൽ ഒരു MP-യോ അതല്ലെങ്കിൽ ഒരു MLA-യോ അതല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പോലോ ആവാത്ത ഒരു വളരെ ചെറിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഈ രാഷ്ട്രീയ പാർട്ടി എന്ന് അവർ അവകാശപ്പെടുന്നുണ്ട്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഈ STIP. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ മുസ്ലിം ലീഗ് എന്ന വലിയ ഒരു പാർട്ടിയെ തകർക്കാൻ വേണ്ടി ഒരുപാട് ഞാഞ്ഞൂൽ പാർട്ടികൾ മുസ്ലിം സംഘടനയിൽ നിന്നുണ്ടായിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് ഒന്ന് STIP, PDP, INL, സമസ്ത ലീഗ്. അങ്ങനെ ഓരോ കാലഘട്ടങ്ങൾ അത് അവരെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ ഞങ്ങൾ എതിർക്കുന്ന പാർട്ടികൾക്കൊക്കെ പങ്കുണ്ട്. പക്ഷെ അവരൊന്നും ഇന്നേ വരെ ഒരു ശക്തിയായി ഇതുവരെ വളർന്നു വന്നിട്ടില്ല. ഏതെങ്കിലും ഒരു മുനിസിപ്പാലിറ്റിയിൽ ഒരു സീറ്റ് ആരുടെയെങ്കിലും പിന്തുണ, അത് എല്ലാവരും പിന്തുണക്കുന്നുണ്ട്. അവരെ വോട്ട് ഒരു 5, 6, 10 വോട്ടിനൊക്കെ ജയിച്ചു വരുന്ന സ്ഥലങ്ങളിലൊക്കെ ചിലപ്പോൾ അവർ പിന്തുണച്ചുകൊണ്ട് അവരൊരു സഖ്യം ഉണ്ടാക്കുക എന്നല്ലാതെ കേരള അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ജില്ലാ അടിസ്ഥാനത്തിലോ അങ്ങനെ ഒന്നൊരു സഖ്യ കക്ഷി കൂടാൻ പറ്റിയ ഒരു പാർട്ടിയല്ല ഈ STIP. നമ്മൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചർച്ച ചെയ്തിട്ട് അവർക്ക് ഒരു മൈലേജ് ഉണ്ടാക്കി കൊടുക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇവരൊന്നുമല്ല തന്നെ കേരള രാഷ്ട്രീയത്തിൽ ഒരു ശക്തിയല്ല. 4-3-7 ഇത്തരം പാർട്ടികളെ ഈ ഞാഞ്ഞൂലുകളെ എന്തിനാണ് ഭയപ്പെടുന്നതെന്ന് എനിക്ക് മനസ്സിലാത്തത്. എന്തിനാണ് ഈ ഭയപ്പെടുന്നത്? അതിന്റെ കാര്യം എന്താണ്? മുസ്ലിം ലീഗിനെ ശക്തി കുറക്കാൻ വേണ്ടി അതാത് കാലഘട്ടങ്ങളിൽ പടച്ചുണ്ടാക്കുന്ന ചില പാർട്ടികൾ എന്നതിൽ കവിഞ്ഞ് ഇവർക്കൊന്നും ഒരു രാഷ്ട്രീയ പ്രാധാന്യവും കേരള രാഷ്ട്രീയത്തിലുണ്ടായി. കേരള രാഷ്ട്രീയത്തിലെ ശവപ്പറമ്പിലെ മീസാൻ കല്ലുകൾ എന്നൊക്കെ ഞാൻ പറയും. കാരണം ഈ ഞങ്ങളെ കബർസ്ഥാനികളിലൊക്കെ ഒരു മീസാൻ വെക്കും അടയാളത്തിന് വേണ്ടി. ആ അടയാളപ്പെടുത്തലല്ലാതെ ഇവർക്ക് ഒരു സംഗതിയും എവിടെയില്ല. പിന്നെ പ്രാദേശിക തലത്തിൽ ചില പിന്തുണകളൊക്കെ കൊടുക്കുന്നത് ഈ 10-15 വോട്ടുകൾക്ക് വേണ്ടി മാത്രമാണ്. അല്ലാതെ അവര് ഒരു പ്രബല ശക്തിയല്ല. അവരൊരു കണക്കാക്കേണ്ടതെന്നാണ് അങ്ങയുടെ അഭിപ്രായം. ഏതായാലും സമയം അതിക്രമിച്ചതുകൊണ്ടാണ്. ഏതായാലും ആ നിലപാടൊക്കെ വ്യക്തമാണ്. അപ്പം ഞാൻ ഈ വിഷയം യൂട്യൂബിലും പ്രേക്ഷകർക്ക് ഒപ്പം ചർച്ച ചെയ്തിരുന്നു. ഈ SDPIയുടെ അവകാശവാദം അത് ശരിയാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. അത് അവരെ BJP എന്ന നിലയിൽ BJP ആക്രമിക്കുകയാണ് ഈ ഏജൻസികളെ ഉപയോഗിച്ചെന്നാൽ അവരുടെ വാദം ശരിയാണോ എന്നാണ് ചോദിച്ചത്. അത് 40% ആളുകൾ അത് യെസ് എന്ന് പറയുന്നു. അതേസമയം 60% ആളുകൾ നോ എന്ന് പറയുന്നു. അവർ SDPIക്കൊപ്പമല്ല. പക്ഷേ 40% ആളുകൾ അത് അംഗീകരിക്കുന്നുണ്ട്. അതാണ് അതിലെ കാര്യം. ഏതായാലും ഇന്നത്തെ പൊതുവേദി ഇവിടെ അവസാനിക്കുകയാണ്. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.